വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം, ആദം വേർ ആർ യു? ആദാമേ, നീ എവിടെയാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. നീ എവിടെയാണ്? ഇത് നമ്മളെന്നും ആൻസർ പറയേണ്ട ഒരു ചോദ്യമാണ്. ദൈവം നമ്മോട് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എവിടെയാണ്? എവിടെയാണെന്നുള്ള ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. ദൈവം എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങളാണ്. എവിടെയാണിപ്പോൾ? എവിടെ അതിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്. നീ ഇപ്പോൾ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? ആദാമിനോട് അവർ വൃക്ഷത്തിൻ്റെ ഇടയിൽ പോയി ഒളിക്കുകയാണ്. എന്തിനാ ഒളിക്കാൻ കാര്യം? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവർ പറയുന്നൊരു വാക്കുണ്ട്, ആ ചോദ്യത്തിനോടാണ് ഒരു ഉത്തരം പറയുക. ഞാൻ ഭയപ്പെട്ടിട്ട് നഗ്നനാന്ന് അറിയുന്നത് കൊണ്ട് ഒളിച്ചു. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ഭയമെന്നൊരു വാക്ക് വരുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാമത് അധ്യായത്തിലാണ്. ഞാൻ ഭയപ്പെട്ടു, അങ്ങനെയല്ലേ കാണുക? ഞാൻ ഭയപ്പെട്ടു. വെയിലാറിയപ്പം ദൈവം തോട്ടത്തിൽ ഒളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. വാദം വേർ ആർ യു? അതിൻ്റെ അർത്ഥം നീ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു. മദ്യപിച്ചൊക്കെ ഓടെ കിടക്കുന്ന പ്രിയപ്പെട്ടവർ, ഏറെ സന്ധ്യയായിട്ടും വീട്ടിൽ പോകാതെ 10 മണിക്കും 11 മണിക്കും ഒക്കെ വീട്ടിൽ നിൽക്കുന്ന മക്കൾ, റോഡിൽ നിൽക്കുന്ന മക്കൾ, അമ്മ വിളിച്ച് ചോദിക്കുന്നു ചങ്കിടിപ്പോടെ, എവിടെയാ മോനെ? ഇവിടെ. എവിടെ? അതിന് മറ്റർത്ഥം, നീ ഇപ്പോൾ എവിടെ ഇരിക്കേണ്ടവനാ? ഇപ്പോൾ സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നു, എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ചു, കഴിച്ചു, ഉറങ്ങേണ്ട സമയമായി. നീ ഇപ്പോൾ എവിടെ ഇരിക്കേണ്ടവനാ? പ്രാർത്ഥിച്ച് നിൻ്റെ മുറിയിൽ പുതപ്പിനടി കയറി ഉറങ്ങേണ്ട സമയമാണ്. പക്ഷേ ഇപ്പം നീ എവിടെയാ? എവിടെയോ അലയ. എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? എല്ലാവരും ഒരുമിച്ച് വീട്ടിൽ മദ്യപിച്ച് ഏറെ രാത്രിയിലും ബാറിൻ്റെ അരണ്ട ലൈറ്റത്തിരിക്കുമ്പോൾ ഓർക്കുക, ഭാര്യ വിളിക്കുന്ന അപ്പ എവിടെയാ? കുഞ്ഞുങ്ങൾ വിളിക്കുന്ന അച്ഛ എവിടെയാ? എവിടെ ആയിരിക്കേണ്ടവരായിരുന്നു? എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് മക്കളെ കൊണ്ട് മുറി കിടത്തി പുതച്ച് മക്കൾ ഉറങ്ങിക്കൊണ്ട് പറഞ്ഞ് ഉമ്മ കൊടുത്ത് ഉറക്കിയിട്ട് വീട്ടിൽ മുറി വന്ന് ഭാര്യയോടൊപ്പം കിടക്കേണ്ടവൻ ഇപ്പം എവിടെയാ? വേർ ആർ യു? അപ്പം എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു എന്നുള്ളതിനും നമ്മൾ ഉത്തരം പറയണം. എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? ആ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിലാണ് ഭയം ഉണ്ടാകുക. ഭയം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ കാണുന്നു, ഞാൻ തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു. ചോദ്യം ഭയങ്കരമാണ്. എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഭയമാണ്. ഇന്ന് മനുഷ്യരുടെ വലിയൊരു പ്രശ്നമാണ് ഭയം, ഫോബിയ. എന്തുമാത്രം മക്കൾ, അത് വിശ്വാസ സമൂഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള മക്കൾ, പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പഠിക്കുന്ന സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പിമാരും തലേദിവസം രാത്രി വിളിക്കുക, പേടിയാ. കുഞ്ഞ് നീയെല്ലാം പഠിച്ചു, പിന്നെ എന്താ പേടിക്കുന്നേ? അറിയത്തില്ല. ഇടി കൊച്ചെ കൂടി വന്നാൽ നീ തോക്കും, അത്രയല്ലേ ഉള്ളൂ. പരീക്ഷയ്ക്കൊന്നും തോറ്റു അല്ല, തോക്കരുത്, അല്ല തോറ്റ എന്തോ പറ്റും? നീ പറഞ്ഞ തോറ്റ എന്തോ പറ്റാൻ? തോറ്റ എന്താ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തോറ്റവരെല്ലാവരും അങ്ങ് നശിച്ചു പോയോ? ഒന്നുമില്ല. ചിലരൊക്കെ തോറ്റത് കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരാൾ തമാശയ്ക്കാന്നെങ്കിലും പറഞ്ഞു, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്ത്? സ്കൂളിൽ, പഴയ ഗവൺമെൻറ് സ്കൂൾ, ഞാനിപ്പോഴത്തെ CBSE സ്കൂളല്ല, ഗവൺമെൻറ് സ്കൂളിൽ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഏറ്റവും ആരായിരിക്കും? മിടുക്കൽ. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവരാരാകും? ചിലപ്പോൾ അവർ എൻട്രൻസ് ഒക്കെ എഴുതും, എഞ്ചിനീയർ ആകും. സെക്കൻഡ് ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് LD ക്ലർക്ക്, ആ റാങ്ക്. മൂന്നാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവരായിരിക്കും പഞ്ചായത്ത് മെമ്പർ, ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം MLA യോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോ DCC ഒക്കെ ആകുന്നു. ഏറ്റവും ഫോർത്ത് ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് ഉപദേശിയാകുന്നത്, ഭൂരിപക്ഷം. അപ്പോൾ ഈ പെൺപിള്ളേർ ഇതുപോലെ അങ്ങേ സൈഡിൽ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്നത് കൊച്ചു പിള്ളേർ, പഠിക്കാൻ മിടുക്കർ. 2, 3, 4 വരുമ്പോഴത്തെ അന്നത്തെ സമയത്ത് ഈ വലിയ പാവാടയൊക്കെ ഇട്ട് പ്രായമായവർ, അവരായിരിക്കും നല്ല ഉപദേശി കൊച്ചമ്മമാർ. മക്കളെ പാടാ, കഴിച്ചിട്ട് പോരാ, മക്കൾ വന്നേടാന്നൊക്കെ വിളിക്കുന്ന അമ്മച്ചിമാരെല്ലാം ഈ പുറകിരുന്നവർ. അപ്പം പുറകിരുന്നത് കൊണ്ട് വല്ല പറ്റിയോ? ദൈവം പിമ്പരെ എന്താക്കും? ഒമ്പരാക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വാൻ. അപ്പം പിന്നെ എന്തിനാ പേടിക്കുക? അറിയത്തില്ല, ഭയം.
ഈ ഭയം ഉണ്ടാകാനുള്ള കാരണം എവിടെ ആയിരിക്കുന്നോ അവിടുന്ന് മാറിയതാ. കർത്താവിനോടൊപ്പം സന്ധിക്ക് നടക്കേണ്ട മനുഷ്യൻ ഇപ്പം പേടിച്ചു. എന്താ കാര്യം? നഗ്നൻ. നഗ്നത എന്നുള്ളൊരു വാക്ക് മോശപ്പെട്ട ഒരു വാക്കല്ല, ധ്യാനിക്കേണ്ട ഒരു വാക്കാണ്. നഗ്നത ഏറ്റവും ശുദ്ധമായൊരു വാക്കാണ്. നഗ്നതയാണ് ഏറ്റവും നല്ലൊരു വാക്കാണ് നഗ്നത, മോശപ്പെട്ടൊരു വാക്കല്ല. ആൺപിള്ളേരൊക്കെ കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ 1-2 വയസ്സിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഫോട്ടോ എടുക്കുന്നേ? ഉടുക്കാക്കുണ്ടിയുടെ ഉടുക്കാക്കുണ്ടി ഇങ്ങനെ കൊച്ചി ഇറക്കാൻ അവനിങ്ങനെ ഓടി നടക്കും. നിക്കറൊക്കെ കൂടി അത് വലിച്ചു പറിച്ച് അവൻ ഒറ്റ ഏറ് വെച്ചെടുക്കും. അത് ഒരു കുഞ്ഞിൻ്റെ നൈർമല്യതയാണ്. പ്രായമാകുമ്പോൾ അവൻ്റെ അവസ്ഥകൾ മാറും. അപ്പോൾ ആ നഗ്നത വിശുദ്ധിയുടെ ഒരു നഗ്നതയാണ്, കുഞ്ഞിൻ്റെ ഒരു നഗ്നതയാണ്, മറയ്ക്കാനൊന്നും ഇല്ലാത്ത. പക്ഷേ ഇവിടെ കാണുന്ന നഗ്നത എന്നൊക്കെ നഗ്നനാക കൊണ്ട്. 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം കണ്ടോ? ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് എന്തില്ലായിരുന്നു? നാണം ഇല്ലായിരുന്നു. ആ നഗ്നത എന്താ? ഒന്നും മറയ്ക്കാനില്ലാത്ത നഗ്നത. ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കോ ഭാര്യയിൽ നിന്നും ഭർത്താവിനോ ഇരുവർക്കും ദൈവത്തിൽ നിന്നോ മറയ്ക്കാനില്ലാത്തൊരു നഗ്നത. ഇരുവരും നഗ്നരായി. കാലം മുമ്പോട്ട് പോയപ്പോൾ എന്തു പറ്റി? പാപം ചെയ്തു, മറയ്ക്കാനുണ്ടായി, പാത്തു നിന്നു. എവിടെയോ വായിച്ചൊരു കഥ ഒത്തിരി വേദി പറഞ്ഞിട്ടുണ്ട്, ഈ വേദിയിലും പറയട്ടെ. ഇന്ന് പകലും ഒരു വിവാഹവേദി പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒത്തിരി പേർക്ക് എന്തൊക്കെയോ ഒരു സന്തോഷം, ഒരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നഗ്നതകൾ വിശുദ്ധമാണ്, അതിനകത്ത് മറയ്ക്കാനൊന്നുമില്ലാത്ത വിശുദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ കാര്യമല്ല ഇവിടെ പറയുക. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നഗ്നവും മലർന്നവുമായിട്ടൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും മറയ്ക്കാനില്ല. ഭർത്താവും ഭാര്യയും ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ ദമ്പതികൾ മുമ്പോട്ട് പോകുമ്പോൾ ഭാര്യയ്ക്ക് എന്തോ അപൂർവമായ രോഗം. പതുക്കെ അവൾ മരണാസനയായൊക്കെയാണ്. സ്നേഹനിധിയായ ഭർത്താവ് അടുത്തിരുന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നു. അവരെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ സ്നേഹത്തിൻ്റെ ആ വലിയ പ്രഭാവം കണ്ട്, ആ സ്നേഹത്തിൻ്റെ വലിയ നിറവ് കണ്ട് അസൂയപ്പെടുകയാണ്. കാണാൻ ചെന്ന സഹോദരിമാർ ഭർത്താവിനോട് പറഞ്ഞു, അവരുടെ ഭർത്താവിനോട് கொஞ்சம் കണ്ടുപഠിക്കുക സ്നേഹം. എന്തൊരു സ്നേഹം കൂടിയപ്പോൾ മരണാസനയായ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു പോലും, ചേട്ടാ ഞാൻ മരിക്കും. മോളെ നീ അങ്ങനെ പറയില്ലേ, എനിക്ക് മറ്റൊരാളെ ഓർക്കാൻ ഒക്കില്ല. അങ്ങനെയല്ല, ഞാൻ മരിക്കാൻ സാധ്യതയാണ്. ഞാൻ മരിച്ചാൽ ചേട്ടനൊരു കാര്യം ചെയ്യണം, സത്യം ചെയ്യണം, പെണ്ണ് കെട്ടണം. ഇടി അങ്ങനെ പറയല്ലേ, എനിക്ക് വേറൊരു പെണ്ണിനെ ഓർക്കാനൊക്കെ ഇല്ല. ആ കെട്ടി വരുന്ന പെണ്ണിൻ്റെ മൂക്കിൽ എൻ്റെ മൂക്കുത്തി ഊരിയിടണം. ചേട്ടാ അങ്ങനെ പറയാതെ. ആ വരുന്ന പെണ്ണിൻ്റെ കാതിൽ എൻ്റെ കാതിപ്പ് ഊരിയിടണം. അങ്ങനെ പറയല്ലേ. ആ പെണ്ണിൻ്റെ കഴുത്തിൽ എൻ്റെ മാല ഊരി അവിടെ കഴുത്തിയിടണം. അങ്ങനെ പറയല്ലേ. പറഞ്ഞ് വന്നപ്പോൾ അവൾ പറഞ്ഞെന്ന്, ആ വരുന്ന പെണ്ണിൻ്റെ കയ്യിൽ എൻ്റെ വള ഊരിയിടണം. പെട്ടെന്ന് അയാൾ പറഞ്ഞു, സോറിയടി, ഈ വള അവിടെ കയ്യെ കയറത്തില്ല. കാരണം മറ്റൊരു തടിച്ച കൈ അയക്കറിയാനും മറ. ഒരു ദിവസം പുറത്തു വന്നു. അപ്പോൾ ഓർക്കേണ്ടത്, മറയ്ക്കാനുള്ളവർക്ക് പേടിക്കേണ്ടി വരും. എന്നാൽ മറകളൊന്നും ഇല്ലാത്തവൻ പേടിക്കാതെ നിൽക്കും. കർത്താവ് ചോദിക്കുന്നു, നിനക്ക് വല്ലതും മറയ്ക്കാനുണ്ടോ? നീ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? എന്നും നൈർമല്യത്തോടെ സന്ധികളെ സ്തുതി കൊണ്ട് മുഖരിതമാകേണ്ട വീടുകൾക്ക് ഇന്നെന്ത് പറ്റുന്നു? ആരാധനാലയങ്ങൾക്ക് എന്താ പറ്റുക? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എപ്പം ചോദിച്ചാലും നീ എവിടെയും ചോദിച്ചാൽ ഞാൻ ഇവിടെ, എന്നെ ആക്കി വെച്ചിടത്ത്. ഒരു ശുശ്രൂഷകനാണെങ്കിൽ അവിടെ ആക്കി വെച്ചെടുത്ത്, ഒരു ഏരിയ ലീഡറാണെങ്കിൽ അവിടെ ആക്കി വെച്ചെടുത്ത്, ഒരു സെല്ലിൻ്റെ ലീഡറാണെങ്കിൽ അവിടെ ആക്കി വെച്ചെടുത്ത്, ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണെങ്കിൽ അവിടെ ആക്കി വെച്ചെടുത്ത്. ഐ എം ഹിയർ, ഞാനിവിടെ ഉണ്ട്. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ചോദ്യം, നീ എവിടെയാ? ആ ചോദ്യത്തിന് നാം ഉത്തരം പറയേണ്ട ചോദ്യമാ, നീ എവിടെയാ? രണ്ടാമത്തെ ചോദ്യം നാം കാണുന്നു കയീനോടാണ്. എന്താ ചോദിച്ചത്? കയീനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എവിടാ? അപ്പോൾ അവൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം കാവൽക്കാരാണ്. ആരുടെ? സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. 83 വയസ്സുള്ള ചാക്കോ എന്ന് പറയുന്ന ഒരു മേസ്ത്രി അപ്പച്ചൻ ഞങ്ങൾക്ക് ഇന്നലെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ അത് നഷ്ടമല്ല, മരണമെന്ന് എനിക്കറിയാം. എങ്കിലും സഭയ്ക്ക് നഷ്ടപ്പെട്ടു. 83 വയസ്സുള്ള ചാക്കോ അപ്പച്ചൻ.
അടക്കം കഴിഞ്ഞിട്ട് എളിയദാസൻ ഇവിടെ ഓടിയെത്തിയത്. എന്തായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം? ഒരു മേസ്ത്രി, വലിയ പൈസയൊന്നും ഇല്ലാത്ത സാധുവായ ഒരു മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ എൻ്റെ കാവൽക്കാരനായിരുന്നു. 80 വയസ്സുള്ളപ്പോഴും 21 ദിവസം ചർച്ചിൽ യോഗം നടക്കാത്തപ്പോൾ അവിടെ വന്നിരുന്ന് ഉപവസിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ? കുഞ്ഞിന് അപ്പനില്ലല്ലോ, ഇത്രയും കാര്യം ചെയ്യല്ലേ, ഞാൻ നിനക്ക് വേണ്ടി ഉപവസിക്കുക. 80ാമത്തെ വയസ്സിൽ 21 ദിവസം സ്വന്തം കാര്യം അല്ലാതെ സഭയുടെ ദൈവദാസന് വേണ്ടി ഉപവസിച്ച അപ്പച്ചൻ ഇന്നെനിക്ക് പോയി. കാവൽക്കാർ. ദൈവം ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? ഉത്തരം അവൻ തന്നെ പറഞ്ഞു, ഞാൻ കാവൽക്കാരനാണോ? അർത്ഥം ഉത്തരം അതായിരുന്നു. അവൻ അറിയാമായിരുന്നു, ഞാൻ ചേട്ടൻ, എൻ്റെ അനുജൻ്റെ കാവൽക്കാർ. ഇന്ന് രാത്രിയിലും ദൈവം ചോദിക്കുക, കാക്കാൻ ഏൽപ്പിച്ചവരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ? കാവൽ കാക്കാൻ ഏൽപ്പിച്ചവർ എവിടെ? അനിയൻ എവിടാ? അനിയൻ എവിടാ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഉപമയിൽ ഒരു ചേട്ടൻ, മൂത്ത പുത്രൻ, അനിയൻ തിരിച്ചു വന്നപ്പോൾ കയർക്കുന്ന ചേട്ടൻ. അനിയൻ തിരിച്ചു വന്നപ്പോൾ സന്തോഷിക്കാൻ കഴിയാതെ പോയ ചേട്ടൻ. ചേട്ടന്മാരെ എല്ലാം കൂടെ വിളിച്ചു നിർത്തി തമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കും, നിന്റെ അനിയൻ എന്തിയെ? ഒരു സഭയിൽ ആദ്യം വന്നവർ ബാക്കിയുള്ളവർ വരുമ്പോൾ അവർ ജ്യേഷ്ഠന്മാരാ. മൂത്ത ഒരു കുഞ്ഞ് മാത്രം അപ്പനും അമ്മയ്ക്കും ഉള്ളപ്പം അവരെല്ലാം ഒറ്റ മക്കളാ. പക്ഷെ കാലം മുമ്പോട്ട് പോകും തോറും മറ്റു മക്കൾ വരുമ്പം മൂത്തവരുടെ സ്ഥാനം മാറും. ആദ്യം അവർ ചേച്ചിയാവും, പിന്നെ അച്ചാച്ചനാവും. എന്നാൽ കുറച്ചുകൂടെ ഗ്യാപ്പിട്ട് അവരൊരു 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പം, പണ്ടത്തെ ഇപ്പം അങ്ങനെ ഗ്യാപ്പിട്ട് പിള്ളേരൊന്നും ഉണ്ടാകുന്നില്ല. അവരൊരു 10ഉം 15ഉം 16ഉം ഒക്കെ വയസ്സാകുമ്പോൾ അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടായ ആ ചേട്ടൻ വെറും ചേട്ടനല്ല, ചേച്ചി വെറും ചേച്ചിയല്ല, അമ്മയുടെ സ്ഥാനിയാണ്. ചേട്ടത്തി മൂത്ത അമ്മ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പയുടെ മൂത്ത പെങ്ങളുടെ ധൈര്യവും ധാഷ്ട്യമൊക്കെ. പ്രായമായാലും അപ്പയൊക്കെ അടിക്കുമായിരുന്നു. എന്താ കാര്യം? എടുത്തുകൊണ്ട് നടന്നാന്നുള്ള ഹുങ്ക്, അതൊരു ധൈര്യ. എടാ പെറ്റില്ലെന്നുള്ള വളർത്തിയത് ഞാനാ. എന്നെ കേൾക്കുന്ന എല്ലാ ചേട്ടന്മാരും ചോദിച്ചോട്ടെ, അനിയന്മാരൊക്കെ എന്ത് ചെയ്യും? കാവൽ. എവിടെ അനിയൻ? എവിടെ അനിയത്തി? ഇന്ന് എവിടെയാ? കാവലുണ്ടോ? ഞാൻ കാവൽ കാത്തുകൊണ്ട് കൊത്തറങ്ങളിൽ തിന്നുകൊണ്ട് എൻ്റെ ആവലാതെ. അനിയനെ കാക്കേണ്ടവർ ഇന്ന് അനിയൻ്റെ ഘാതകരോ? എവിടെ അനിയൻ? എവിടെ അനിയത്തി? ഉത്തരം പറയണം. നിന്റെ അനുജൻ എവിടെ? നഷ്ടപ്പെട്ടോ? ലോക്ക്ഡൗണിൽ വരാതായോ? ഹൂസ് റെസ്പോൺസിബിലിറ്റി? ആരാണ് റെസ്പോൺസിബിൾ? ഐ ആം റെസ്പോൺസിബിൾ. വേറൊരാളുടെ മുകളിലേക്ക് നമുക്ക് ഉത്തരവാദിത്വം മാറ്റിവെക്കാൻ ഒക്കത്തില്ല. ഐ ആം റെസ്പോൺസിബിൾ. എത്ര പേർ ദൈവത്തോട് പറയും, കാവൽ കാക്കേണ്ടവർ എവിടെ? നിന്റെ അനുജൻ എവിടെ? വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. എവിടെയാണ്? എവിടെ? എവിടെ? ഉൽപ്പത്തി പുസ്തകം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പക്ഷേ ആ യാത്രയിൽ ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ പിടിച്ചിരിക്കാൻ കഴിയാതെ മിസ്രൈമിലേക്ക് പോയി. വീണ്ടും ദൈവം ഇടപെടുന്നു, മടങ്ങി വരുന്നു. മടങ്ങി വന്ന കൂട്ടത്തിൽ കിട്ടിയതായിരിക്കണം ഒരു ദാസി. ഹാഗാർ പറയുന്നു ഒറ്റ വാക്കിൽ, മിസ്രൈമെ ദാസി. കാലം മുമ്പോട്ട് പോയി. 15-ാം അധ്യായത്തിൽ ഈ അബ്രഹാം അല്ലാതെ കഷ്ടപ്പെട്ട് പേടിച്ചിരിക്കുക. ദൈവമെന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട. അവൻ്റെ ഭയം എന്തായിരുന്നു? കർത്താവായ യഹോവേ നീ എനിക്ക് എന്ത് തരും? ചോദ്യം ദൈവത്തോട്. നമ്മൾ കണ്ടു ദൈവം ചോദിച്ച ചോദ്യങ്ങൾ. നീ എവിടെ? 2, നിന്റെ സഹോദരൻ എവിടെ? മനുഷ്യൻ ദൈവത്തോട് ചോദിച്ച ചോദ്യം അബ്രഹാം ചോദിക്കുന്നു, എനിക്കെന്ത് തരും? അതിന് കർത്താവ് യഹോവേ നീ എനിക്ക് എന്ത് തരും?
ഞാനിങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചില്ലേ, എനിക്ക് എന്ത് തരും? ഒരു പക്ഷേ വെങ്ങാത്യത്തിലാണെങ്കിലും ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ ഇരിക്കുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവെ എന്ത് തരും? എന്താ അവൻ്റെ പ്രശ്നം? അബ്രഹാമിൻ്റെ അവകാശിയില്ല. ദമ്മശക്കനായ എലയാസർ എൻ്റെ അവകാശിയാവും. എനിക്ക് എന്ത് തരും? എനിക്ക് മക്കളില്ല. കർത്താവ് പറഞ്ഞു, ഉത്തരം, അവൻ നിൻ്റെ അവകാശിയാകിയില്ല. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു. ഈ എന്ത് തരുമെന്നൊക്കെ ചോദിക്കുന്നത് ഒരു കേർവിനകത്ത്, ഒരു ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴാണ്. ദൈവം അവനോട് പറഞ്ഞു, പുറത്തു വാ, കം ഔട്ട്, പുറത്തു വാ. എന്നിട്ട് നോക്കിക്കേ. എങ്ങോട്ട്? ആകാശത്തോട്ട് നോക്കിക്കേ. കണ്ടോ നീ നക്ഷത്രങ്ങളെ കണ്ടോ? വാത്സല്യപ്രിയമുള്ളവരെ, രാത്രിയിലൊക്കെ ഇറങ്ങി വല്ലപ്പോഴെങ്കിലും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് കിടക്കും, നേരം വെളുത്ത് അർദ്ധരാത്രിയിലൊക്കെ എഴുന്നേറ്റ് ടെറസിൻ്റെ മുകളിലൊക്കെ കയറി ചുമ്മാ മേപ്പോട്ടൊന്ന് നോക്കണം. നല്ല നക്ഷത്രങ്ങളെ കാണാം, മനസ്സ് പകുതി ശരിയാവും. ഒരു സുഹൃത്തുണ്ട് പറഞ്ഞു, പകലും നക്ഷത്രമുണ്ട് പാസ്റ്ററേ, പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത് ഇരുട്ടത്ത് മാത്രമാണ്. എപ്പോഴും ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടുകളിലാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരഗതിയിലാണ് നമുക്ക് ദൈവം ഒരുക്കിയ നക്ഷത്രങ്ങളെ കാണാൻ കഴിയുക. എങ്ങനെ നോക്കണം? മേളിലോട്ട് നോക്കണം. കണ്ടോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടു. അതുപോലെ ഞാൻ നിൻ്റെ സന്തതി വർദ്ധിപ്പിക്കും. പക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെറിയൊരു അപജയം. 16-ാം അധ്യായത്തിൽ കാണുന്നു, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവർക്ക് ഹാഗർ എന്ന് പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. ഹാഗർ എന്ന പേരുള്ള മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അമ്മ സാറായി വന്നിട്ട് അബ്രഹാമിനോട് പറയുന്നു, എനിക്ക് കുഞ്ഞിനെ വേണം. ഏതൊരു അമ്മയ്ക്കും അമ്മയാകാനുള്ള ഒരു ത്വരയുണ്ട്. മാതൃത്വത്തിൻ്റെ വിളിയാണ് ഒരു സ്ത്രീയുടെ വിളി. സ്ത്രീത്വം പൂവണിയപ്പെടുന്നത് മാതൃത്വത്തിലാണ്. അമ്മയാകാൻ വിളിക്കപ്പെട്ടവൾ. അതിനെന്ത് ചെയ്യണം? എനിക്ക് ഒരു കുഞ്ഞിനെ വേണം. അപ്പം മിസ്രൈമ്യദാസിയായ ഹാഗറിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അവൾ ഹാഗറിൻ്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. 16-ാം അധ്യായം. താൻ ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോൾ യജമാനത്തെ അവിടെ കണ്ണിന് നിന്ദിതയായി. ഇതൊരു വലിയ ഘടകമാണ്. മാറ്റങ്ങൾ മറ്റുള്ളവർക്കോട് ചിലപ്പോൾ നിന്ദയുണ്ടാക്കും. സത്യത്തിൽ ഹാഗറിനെ അബ്രഹാമിൻ്റെ അടുക്ക കൊണ്ടുവന്ന് ആക്കിയത് ആര്? സാറായി. പക്ഷേ സാറായിക്ക് മക്കളില്ല. ഹാഗർ ദാസി. അന്ന് വരെ അബ്രഹാം വരുമ്പോൾ അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ യജമാനൻ്റെ മുഖത്ത് നോക്കാൻ മടിച്ചിരുന്ന ഹാഗറുടെ സ്ഥിതി അങ്ങ് മാറി. ഇപ്പം വയറ്റിൽ കുഞ്ഞു വരുന്നു. അബ്രഹാം, ഞാൻ അങ്ങനെ പറയുന്നുണ്ടൊരു പച്ച മനുഷ്യനായി പറയുന്നുണ്ട്, ബുദ്ധിമുട്ട് തോന്നല്ലേ. അബ്രഹാം എന്ന അപ്പൻ അടുത്ത് നടന്നു പോകുമ്പോൾ ഹാഗാറിൻ്റെ ഉള്ളിൽ ഒരു തുടുകെട്ട്, ഒരു പെരുമ്പുറ മുഴങ്ങുന്നു. അപ്പൻ പോവുക. ഇടയ്ക്കൊക്കെ പറയാൻ തുടങ്ങി കാണും, കുഞ്ഞിനോട് താണ്ടു പോകുന്നത് നിൻ്റെ അപ്പൻ. കേട്ടോന്ന് അറിയത്തില്ല. കുഞ്ഞൊരു ചവിട്ട്, ഒരു മുഴ, ഒരു ബഹളം വയറ്റി കിടന്നു. മനസ്സിലായി, അപ്പനെ കണ്ടതിൻ്റെ ആയിരിക്കും. ഹാഗർ പെതുക്കെ അടുക്ക ചെന്ന് ചോദിച്ചു കാണും, ചേട്ടാ ക്ഷീണിച്ചിരിക്കുന്നു, കയ്യിൽ തരട്ടെ? ചായ കുടിക്കണോ? പച്ചവെള്ളം തരട്ടെ? സാറായിക്ക് മുറുമുറുപ്പായി. ഇന്നലെ വരെ അടുക്കള നിന്നവൾ ഇപ്പം ചോദിക്കുന്നു, കാപ്പി വേണോ, ചായ വേണോ, ക്ഷീണിച്ചു പോയില്ലോ, ചോറിട്ടെ, ഇച്ചൂടെ തരട്ടെ? സാറയ്ക്ക് ഇടങ്കോലിട്ട് കാണാം, ഇല്ലായിരിക്കാം, മുഖം മാറി, പക്ഷെ നിന്നിച്ചു. ഒരു കാര്യം എപ്പോഴും ഓർത്തണം, മാറ്റം വരുത്തിയവരെ നിന്ദിക്കാൻ കാരണമാകല്ലേ. മാറ്റം വരുത്താൻ കാരണമായവരെ നിന്ദിക്കാൻ കാരണമാകല്ലേ. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അത്തിപ്പഴത്തോളം അകനിന്നയുണ്ടെങ്കിൽ അദ്ദിക്കിലെങ്ങും ഐശ്വര്യം വരത്തില്ല. അത്തിപ്പഴത്തോളം അകനിന്നയുണ്ടെങ്കിൽ അദ്ദിക്കിലെങ്ങും ഐശ്വര്യം വരത്തില്ല. മാറ്റങ്ങൾ നിന്നയ്ക്ക് കാരണമല്ലേ. ഓൺലൈനാണെന്നറിയാം, എങ്കിലും പറയട്ടെ, ഒത്തിരി പേരെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച, കൊണ്ടുവന്ന, വളർത്തിയ, വലുതാക്കിയ ഒരു വീടാണ് ഞങ്ങളുടെ വീട്. ആ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് ബൈബിൾ ക്ലാസ്സൊക്കെ പഠിപ്പിച്ച് ഉപദേശിയൊക്കെ ആക്കി മിടുക്കനാക്കി.
കൺവെൻഷൻ പ്രാസംഗികനാക്കും. മിടുക്കൻ. ഭാഷ ഇങ്ങനെ ഒഴുകും. ആ ഭാഷ ഇങ്ങനെ ഒഴുകും. എന്തൊരു ഭാഷാശൈലി! ഭാഷാശൈലിയൊക്കെ കൂടി പ്രോഗ്രാമൊക്കെ ആയി ആകെ ആളങ്ങ് ഭയങ്കരമായി. എല്ലാവരും പറഞ്ഞ് ഭയങ്കര ഭാവിയാണ്. പൊട്ടിക്ക് അഹങ്കാരം ഇച്ചിരി നിന്ന് ഒരു ക്യാമ്പ് നടക്കുക. മക്കളെല്ലാം കേൾക്കണം. അപ്പോൾ ആ ക്യാമ്പിൽ, അന്നത്തെ ക്യാമ്പിൽ ചോദ്യോത്തരമുണ്ട്. ചോദ്യോത്തരം വലിയൊരു സംഭവമാണ്. മിക്ക പിള്ളേരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഓർമ്മയുണ്ട്? അന്നത്തെ കാലത്ത് മിക്ക പിള്ളേരും ചോദിക്കുന്ന ചോദ്യം, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെടുക്കുമെന്ന്. ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ? ഇതൊക്കെയാണ് ആദ്യത്തെ ചോദ്യം. ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഒരു ക്യാമ്പിൽ എന്നോടും ചോദിച്ചു, ആരാണ് ദൈവത്തിൻ്റെ പുത്രൻ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു, കർത്താവേ. കുടുക്ക് ചോദ്യം. എന്ത് പറയണം? രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ പുത്രൻ, രക്ഷിക്കപ്പെടാത്തവർ മനുഷ്യൻ്റെ പുത്രൻ. അപ്പം ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെടുക്ക് വന്നെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെടാത്തവനെ പ്രേമിച്ചു. അതിൻ്റെ അർത്ഥമാണ്. അങ്ങനെ ആയ അപകടമുണ്ടോ? അപകടമുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ്റെ അപ്പനാര്? ദൈവം. രക്ഷിക്കപ്പെടാത്തവരുടെ അപ്പനാര്? പിശാച്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെടാത്തവരെ കല്യാണം കഴിച്ച അമ്മായിപ്പനാരാകും? പിശാച്. രാവിലെ വന്ന് വഴക്കുണ്ടാക്കും. നീ എന്തിനാണ് എൻ്റെ വെച്ചിട്ട് നോക്കിയേ? എന്തോടാ പറഞ്ഞേ? രാവിലെ വൈകിട്ടും വഴക്ക് കേൾക്കാം. ഇടപെടും, എല്ലാത്തിനകത്ത് ഇടപെടും, വേദി ഒരുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരൻ പെട്ടെന്ന് അവരൊരു 5-6 പിള്ളേർ കൂടി ഒരു കളിയാക്കാൻ ഒരു ഡ്രാമയുണ്ടാക്കി. ക്വസ്റ്റ്യൻ ആൻസർ പറയേണ്ടിയിരുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ബൈബിൾ കോളേജ് അധ്യാപകൻ, ഞങ്ങളുടെ ഈ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ സ്കൂട്ടായി, അങ്ങനല്ലേ പറയുക, സ്കൂട്ടായി, മുങ്ങിയങ്ങ്. എന്നിട്ട് എൻ്റെ അപ്പനെ പിടിച്ച് അവിടെ ഇരുത്തി. അപ്പയ്ക്ക് ബൈബിളിൻ്റെ വലിയ അറിവൊന്നും ഇല്ല. ആകെപ്പാടെ യേശു കത്താന്നറിയും. എന്നിട്ട് ഇവരെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് ഈ കൊച്ചനെ എഴുന്നേറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു, സർ, രക്ഷ നഷ്ടപ്പെടും. അപ്പം എനിക്ക് മനസ്സിലായി, ഇവൻ കൊടുക്കാൻ ചോദിക്കുക. നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്, നഷ്ടപ്പെടത്തില്ല. നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഇവൻ തെളിയിക്കും, നഷ്ടപ്പെടും. അപ്പോൾ അതിനെ നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചേ, നഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ഒരു വെളിപ്പാട് കാണുന്നുണ്ട്, നീ നഷ്ടപ്പെട്ടു പോകുന്നു. പിറ്റേ ദിവസം തൊട്ട് കൂലിപ്പണിയായി. ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. ഇതാണ് എന്താ കാര്യം? അകനിന്ന. ഹാഗറിൻ്റെ ജീവിതത്തിൽ പറ്റിയത് നിന്നയാണ്. ഒരു മനുഷ്യനെ നിന്ദിക്കരുത്. എത്ര ഉയർച്ചകൾ മറ്റുള്ളവരെ നിന്ദിക്കാൻ കാരണമല്ലേ? അറിയാതെ ഇങ്ങനെ നമ്മുടെ അകത്തൊരു തുരയുണ്ടാകും. ആരായി നിന്ദിക്കാൻ? നമ്മൾ. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ്റെ ഭാര്യ തിരുവല്ലയിൽ വെച്ച് തൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ വന്ന് ടിപ്പറടിക്കുമ്പോൾ ഓർത്തില്ല, ഇതെൻ്റെ വണ്ടി, എൻ്റെ വാഹനമാണ്. ഞങ്ങളുടെ മറ്റൊരു, ഞാൻ അറിഞ്ഞു പോകാൻ ഒത്തില്ലെങ്കിലും എൻ്റെ സുഹൃത്തിൽ നിന്ന് കേട്ടു, ഇന്ന് ഞാൻ കേട്ടു, ആ കുഞ്ഞ്, വേറൊരു കുഞ്ഞ്, ഒരു ദൈവദാസൻ്റെ കുഞ്ഞ് പെട്ടെന്ന് ബ്ലഡ് ക്യാൻസറാണെന്ന് അറിഞ്ഞു. അധികം ദിവസങ്ങൾക്കകത്ത് മരിച്ചുപോയി. അടക്കത്തിൻ്റെ അന്ന് രാവിലെ അവർക്ക് പോസ്റ്റ് വന്നു, കാനഡയിലെ വിസ. വീട്ടിൽ നിന്ന് മോൻ്റെ ബോഡി എടുക്കുമ്പോൾ എന്നോട് ഇന്ന് ജിബിൻ പൂക്കാല പറഞ്ഞ, ബോഡി എടുക്കാൻ സമയമായപ്പോൾ അന്ന് വിസ വന്നു. ആരായി മനുഷ്യൻ? നമ്മൾ ആരാ? ഹൂവിയ. നിന്ദിക്കരുത്. ശകലം പോലും നിന്ന അകത്തുണ്ടാകില്ല. ആരോടും ആകർക്ക് നിന്നയുണ്ടായി. യജമാനത്തി അവിടെ കണ്ണിൽ നിന്ദിതയായി. കാരണം അവൾ ഈ നിലയിൽ വരാൻ കാരണം യജമാനത്തിയാ. അതവൾ മറന്നു. വന്ന വഴി മറക്കല്ലേ. അതിൽ കരം പിടിച്ച് നടത്തിയ ഒത്തിരി പേരുണ്ട്, മറക്കല്ലേ. വീട് വിട്ടു പോകുമ്പോൾ ദൈവം ചോദിച്ചൊരു ചോദ്യം. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിനരികെ ശൂര്യന് പോകുന്ന വഴിയിൽ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ദൂതൻ മരുഭൂമി നീരുറവിനരികെ ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗറെ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? അടുത്ത ദൈവത്തിൻ്റെ ഒരു ചോദ്യം, നീ എവിടുന്നാ വരുന്നേ, നീ എവിടേക്കാ പോകുന്നേ? ഉത്തരം കണ്ടെത്തണം.
നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നീ എവിടെ നിന്നാണ് വരുന്നത്, നീ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മൾ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ആദ്യം നിന്നാണ് വരുന്നത്. അതൊരു ടെമ്പററി ചോദ്യമാണ്. നീ എവിടെയൊക്കെ പോകുന്നേ? എനിക്കിന്ന് കൊട്ടാരക്കര ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വെണ്ണിക്കുളത്ത് പോയിട്ട് ഒരു ഓൾ നൈറ്റ് പ്രയർ ഉണ്ട്, ഞാൻ വെണ്ണിക്കുളത്തിന് തിരിച്ചു പോകും. അത് നമ്മുടെ ഇന്നിൻ്റെ ഉത്തരം. പക്ഷെ ശരിയായ ഉത്തരം അതല്ല, അൾട്ടിമേറ്റ് ചോദ്യമാണ്. എവിടുന്നാണ് വരുന്നേ? ഉത്തരം പറയാനുണ്ട്. ഞാൻ അനാദി നിത്യതയിൽ ദൈവത്തിൻ്റെ തിരുമനസ്സിലുണ്ടായിരുന്നു. അവിടുന്നാണ് വരുന്നേ. അവിടുന്ന് വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളെപ്പോലെ നമ്മൾ മാത്രമുള്ളത്. എല്ലാ കുഞ്ഞുങ്ങളോടും പറയട്ടെ, വി ആർ യുണീക്ക്. നമുക്കറിയാം, നമ്മുടെ കൈവിരൽ അടയാളം എടുക്കുന്നു. ആധാറിനല്ല എന്താ എടുക്കുക? ഫിംഗർ പ്രിൻ്റ്. നന്ദൻ നീലേക്കനി, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു IAS-കാരനാണ്, ആന്ധ്രാക്കാരൻ IAS-കാരൻ്റെ നേതൃത്വത്തിലാണ് ആധാർ കാർഡിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മളെ കൊണ്ടുപോയും ഫോട്ടോ എടുക്കുകയും ചെയ്യും. പിന്നെ എന്തെടുക്കും? തമ്പ് ഇംപ്രഷൻ. ഞാൻ ഈ ദിവസങ്ങളൊക്കെ എന്തോ ഓർത്തൊരു കാര്യമുണ്ട്. ഇച്ചിരി നിന്നയൊക്കെ ഞാൻ ഉണ്ടാകുന്നത് ഞാൻ എന്തോ ആണെന്ന് തോന്നുമ്പോഴാണ്. ഞാൻ എന്തോ ആണെന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ മാറാൻ ഒരു വഴി പറഞ്ഞുതരാം. ഇടയ്ക്കിടയ്ക്ക് ആധാർ കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുക. പകുതി ജാട പോകും. പതില്ലേ എന്തോ പഴുതി കോലമാണ്, നീണ്ട മുഖവും. അതുകൊണ്ടാണ് എയർപോർട്ടിലൊക്കെ ചെന്നിട്ട് അവർ പറയും മാസ്ക് മാറ്റിക്കുക. ഇത് തന്നെയാണോ? ആധാർ ID ആണെങ്കിൽ 3 പ്രാവശ്യം അവർ നോക്കും. പാസ്പോർട്ടൊക്കെ ആണെങ്കിൽ അന്തരേ കയറിപ്പോളാൻ പറയും. ആധാറാണെങ്കിലോ നോക്കിയിട്ട് അവരിങ്ങനെ കുറേ നേരം നോക്കുന്നത് കാണാം. കാരണം അവർക്ക് ഇന്ത്യക്കാർക്ക് ജവാന് പിടി കിട്ടുന്നില്ല. ഇത് തന്നെയാണോ, അതാണോ, ഇതാണ്. അതുകൊണ്ട് അഹങ്കാരം കൂടുമ്പോൾ ആധാർ നോക്കിക്കണം. കുറച്ച് മാറ്റം വരും. ശരിയാണോ? ഇന്ന് പോയി നോക്കണേ, ഇന്ന് പോയി നോക്കണം. പകുതി മാറ്റം വരും. ഈ വലിയ ഒരുക്കും കോസ്മെറ്റിക്സും ബ്യൂട്ടി പാർലറും ഒക്കെ ഒന്ന് കുറയും. ആധാർ ഇതെല്ലാം കണ്ടാലും ആധാറല്ലേ. അപ്പം പക്ഷേ എന്തിനുകൊണ്ടാണ് ഈ കൈവിരലടയാളം എടുക്കുക? നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ. എന്തുകൊണ്ടാണ് DNA എടുക്കുക? സുകുമാരക്കുറുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഈയിടയ്ക്ക് ഒരു വലിയ ബഹളം ഉണ്ടായില്ലേ? എങ്ങനെ തിരിച്ചറിഞ്ഞത് മരിച്ചത് അദ്ദേഹം അല്ലെന്ന്? DNA. അപ്പം നമ്മുടെ DNA പോലെ നമ്മുടെ DNA ഉള്ളൂ. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുള്ളൂ. കോടാനുകോടി ജനങ്ങൾ ഇറങ്ങി ഒഴുകിപ്പോകുന്ന എയർപോർട്ടുകൾ എന്തിനാ? നമ്മുടെ കണ്ണിൻ്റെ ഫോട്ടോ, നമ്മുടെ വിരലടയാളം നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, വി ആർ യുണീക്ക്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നീ എവിടുന്നാ ഹാഗർ വരിക? അർത്ഥം, ഞാൻ അവിടുത്തെ തിരുമനസ്സിൽ അനാദി നിത്യതയിൽ അങ്ങ് അവിടെ ഉണ്ടായിരുന്നു. ഇനി എങ്ങോട്ടാണ് പോകുക? ഞാൻ തിരിച്ച് അവിടേക്കുള്ള യാത്രയിലാണ്. എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അവിടെ എത്തുമ്പോഴേ തീരത്തുള്ളൂ. ഇടയ്ക്ക് വെച്ച് യാത്ര അവസാനിക്കരുത്. അതുകൊണ്ടാണ് പരസ്യത്തിനൊക്കെ നിൽക്കുന്നവർ പണ്ട് പാടുമായിരുന്നു, ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്. ഭയങ്കര പാട്ടാ. നാശത്തിൻ പാതയോ ജീവൻ്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടെങ്കിലും ലക്ഷ്യം മാറിയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഞാൻ എവിടേക്ക് പോകാനുള്ളവന്? ഞാൻ എവിടേക്കാ പോകുക? എവിടെ പോകും? കർത്താവിനോടൊപ്പം. ഇന്ന് മരിച്ചാൽ, ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ എവിടെ? അവിടുത്തോടൊപ്പം. എന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ജെയിംസ് കുറിയാക്കോസ് എന്ന് പറഞ്ഞ ദൈവദാസൻ ഇന്ന് മരണശയ്യയില്ല. ആദ്യത്തെ ഒരു ബ്രെയിൻ ഓപ്പൺ സർജറി ശ്രീത്രായി നടത്തി, രണ്ടാമത്തേത് ആസ്ത്ര മെഡിസിറ്റി നടത്താൻ വേണ്ടി പോകുമ്പോൾ എളിയവന് ഈ യാത്രയിലെല്ലാം ഉടനീളം ഉണ്ടായിരുന്നു. എന്നിട്ടും ആസ്ത്ര മെഡിസിറ്റിയിലേക്ക് പോകാൻ നേരത്ത് അതിന് 2 ദിവസം മുമ്പ് ഞാൻ കർശനമായിട്ട് പറഞ്ഞ് നീ എങ്ങും പോകരുത്, കാരണം എവിടെയെങ്കിലുമൊക്കെ പോയി കോവിഡ് വല്ലതും വന്നാൽ ഓപ്പറേഷൻ നടക്കില്ല. എന്നിട്ടും ഞങ്ങളുടെ ഒരു ദൈവദാസൻ മരിച്ചപ്പം താൻ അവിടെ വന്നു, മൈക്കെടുത്ത് പ്രസംഗിച്ചു ദൈവദാസൻ്റെ ശവടക്കിൻ്റെ ശുശ്രൂഷയിൽ. പ്രിയരെ, എൻ്റെ സുഹൃത്ത് മരിച്ചു കിടക്കുന്നു. അടുത്ത ദിവസം എനിക്കൊരു ഓപ്പറേഷനുണ്ട്. പിന്നെ പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എല്ലാവരോടും ഞാൻ പറയട്ടെ, എന്നെ സ്നേഹിക്കുന്നവരോട്, എൻ്റെ ഓപ്പറേഷൻ്റെ സ്ഥിതി മറ്റൊന്നായാൽ നിങ്ങളെന്നെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കല്ലേ. ഞാൻ അവിടത്തേക്ക് പോകാൻ തയ്യാറാണ്. എങ്ങാനും പിടിച്ചു വെച്ചൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച എൻ്റെ സുഹൃത്ത് പ്രിൻസിന് ഞാനൊരു ബുദ്ധിമുട്ടാവും. അത് വേണ്ട, ഞാനങ്ങ് വരാൻ തയ്യാറാണ്. നിങ്ങൾ ഒറ്റ കാര്യം പ്രാർത്ഥിക്കുക, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെന്ന്. ആ ഓപ്പറേഷനും പരാജയപ്പെട്ടു. റിഗ്രറ്റില്ല, പോകാനാന്ന് നേരത്തെ പറഞ്ഞു. എവിടെ പോവും? നീ എവിടുന്നാ വരുന്നേ?
എവിടേക്കാ പോവുക? വിശ്വാസിയായ സഹോദരങ്ങളെ, ഈ ബോധ്യം ഉണ്ടെങ്കിൽ വഴിമാറിപ്പോത്തില്ല. ഈ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉഴപ്പാൻ നേരമില്ല. ഈ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉഴപ്പത്തില്ല. ഞാൻ അവിടെ പോകാനുള്ളവനാ. അവിടെ പോകാനുള്ളവരോട് ചോദിക്കട്ടെ, ഇപ്പം എവിടെയാ? കർത്താവിൻ്റെ വേല ബലമേൽപ്പിച്ചവർ സുവിശേഷകർ, ഇടയന്മാർ മാത്രമല്ല, വരുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ഇപ്പം എവിടെയാ? ഈ യാത്രയിൽ പോകേണ്ടവർ ഇപ്പം എവിടെയാ? അത് മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല ഉത്തരവാദിത്തം. ഹൃദയം നിറഞ്ഞ് പറയുക, നെഞ്ചുകീറി പറയുക, എന്നെ ഞാനാക്കാൻ ഈ വ്യക്തി, ഈ എളിയവനിൽ വചനത്തിൻ്റെ ഒരു വിധ നിർമ്മിച്ച, അതിൻ്റെ അകത്വ ജ്വാലയെ കത്തിച്ചത് ഞാനിപ്പം പറഞ്ഞ എൻ്റെ സുഹൃത്ത് ജെയിംസ് കുര്യാക്കോസ്. കാരണമുണ്ട് ദേവദാസനെ. ഒരു രാത്രി ദൈവം ശബ്ദം നേരിട്ട് തൻ്റെ മുറി വന്നു. ലിറ്ററലി ദൂതൻ തൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ജെയിംസ്. വിളിച്ചു, പേര് ചൊല്ലി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പുറകെ നിൽക്കണം പ്രിൻസിൻ്റെ, ഒരിക്കലും മുമ്പിൽ കയറല്ലേ. എല്ലാം കൊണ്ടും എന്നെ കാട്ടിലും ശ്രേഷ്ഠൻ, നീ മുമ്പിൽ കയറല്ലേ. എന്നിട്ട് നീ അവനെ ഇങ്ങനെ തള്ളി 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 കൊണ്ടുപോകണം. ആശയങ്ങളുടെ കലവറകളായിരുന്നു എൻ്റെ സുഹൃത്ത്, ആശയങ്ങളുടെ കലവറകൾ. ദൈവം വന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ ആശയങ്ങളും ചിന്തകളും തരാം, നീ അത് മുഴുവൻ പ്രിൻസിനെ ഏൽപ്പിക്കണം. അവൻ ലോകം മുഴുവൻ അത് വ്യാപാരം ചെയ്യും. എന്നിട്ട് നീങ്ങി വാ, ഞാൻ നിനക്ക് പ്രതിഫലം തരാം. ഒരിക്കൽ പോലും പേര് പങ്കിടാൻ വന്നില്ല. എളിവനെ ഇങ്ങനെ തള്ളിവിടും. അർദ്ധരാത്രിയിൽ വന്ന് ഉണർത്തിക്കൊണ്ട് പോയിട്ട് സോഫയെ ഇരുത്തും. എടുക്കടാ ബുക്ക്, എടുക്കടാ നോട്ട് ബുക്ക്, എഴുതടാ. എങ്ങാണം തെറ്റിപ്പോയാ വഴക്ക്. ഉറങ്ങാതെ കട്ടും കാപ്പിയും കുടിച്ച് രാത്രി എൻ്റെ കൂടെ ഇരിക്കും വയ്യാഞ്ഞിട്ട്. എന്നാ എടാ, എന്നോട് ദൈവം പറഞ്ഞടാ നിന്നെ ഏൽപ്പിക്കാൻ. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ദൗത്യങ്ങൾ വിവിധങ്ങളാ. എവിടെയാ? എല്ലാവർക്കും ഉത്തരവാദിത്തം. ഇന്ന് എളിയവനെ അങ്ങനെ തള്ളാൻ ഒരാളില്ല. ഈ യാത്രയിൽ എന്നാ നമുക്കറിയാത്തത് കൊണ്ട് അന്നൊന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ. നീ എവിടെയാ? എന്നിട്ടും ലാസ്റ്റ് ഓപ്പറേഷന് മുമ്പ് ഇന്ന് ഞാൻ വാട്സപ്പിൽ കണ്ടു, പുത്തൻ 5 മെസ്സേജിൻ്റെ ക്ലാസ് ഇട്ടിട്ടാ പോയേ. എടാ, നാളെ എനിക്ക് പറയാനൊക്കെ അറിയില്ല. അതിനകത്ത് പലതും തെറ്റി, കാരണം കുഴയായിരുന്നു. എല്ലാ ചിന്തകളും ഒരു പരിധി വരെ കടപ്പാട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ കടപ്പാട്? അവിടത്തേക്ക് മാത്രം. എന്നോട് പറഞ്ഞു, അവിടെ വലുപ്പം തരാമെന്ന്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ വ്യാധികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം പിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും.
തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. നീ എവിടുന്നാ വരുന്നേ? എവിടുന്നാ വരുന്നേ? എവിടേക്കാ പോകുന്നേ? ആഗാർ, നീ എവിടുന്നാ വരുന്നേ? എവിടേക്കാ പോകുക? ഇന്നും ദൈവം നമ്മോട് ചോദിക്കുക, ഉത്തമ ബോധ്യമുണ്ടോ? എവിടുന്ന് വന്നു? എവിടേക്ക് പോകാനുള്ളവരാ? ഈ യാത്രയിൽ ഇപ്പം എവിടെയാ? ഇപ്പം നിന്റെ കൂടെ കൊണ്ടുപോകേണ്ട സഹോദരൻ എവിടെയാ? നമ്മുടെ ഏക ചോദ്യം എന്ത് തരുമെന്ന? എല്ലാം തരാം, പക്ഷെ എവിടെ പോവുക? മുമ്പോട്ട് പോകട്ടെ. അടുത്ത ചോദ്യം ഉൽപ്പത്തി പുസ്തകം 27-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ കണ്ടെത്തിയ ചില ചോദ്യങ്ങൾ, മറ്റു ചോദ്യങ്ങളും ഉണ്ട്, എങ്കിലും 27-ാം അധ്യായത്തിലേക്ക് വരികയാണ്. പ്രച്ഛന്ന വേഷം കെട്ടിയാടിയ ഒരാൾ അവിടെ നാം കാണുന്നു. ലോകത്ത് ആദ്യമായിട്ട് ഫാൻസി ഡ്രസ്സ് കളിക്കാൻ ശ്രമിച്ച ഒരാളുണ്ട്, യാക്കോബ. ഫാൻസി ഡ്രസ്, വേഷപ്രച്ഛന്ന മത്സരം, ആൾമാറാട്ടം കളിക്കുക, പല രീതിയിൽ അത് ചെയ്യാം. അങ്ങനെ അപ്പൻ അവസാനം കണ്ണ് കാണാതായ അപ്പൻ പറഞ്ഞു, എനിക്ക് നല്ല ഭക്ഷണം വേണം, അനുഗ്രഹം തരാം. മൂത്ത മോൻ ഏശാവിനോടാണ് പറഞ്ഞത്. പക്ഷെ അമ്മ ഇത് കേട്ടിട്ട് അനിയനെ വേഷം കെട്ടിച്ചു. പെട്ടെന്ന് അതെല്ലാം ശരിയാക്കി, രോമങ്ങളുള്ള ചേട്ടനായതുകൊണ്ട് രോമാവൃതമായ തോല് തൻ്റെ കൈകളിലൊക്കെ കെട്ടി വേഷപ്രച്ഛന്നം നടത്തി കൊണ്ടുചെല്ലുകയാണ്. 18, അവൻ്റെ അപ്പൻ അടുക്ക ചെന്ന് അപ്പാ എന്ന് പറഞ്ഞതിന് ഞാൻ ഇതാ. ചോദ്യം, നീ ആർ മകനെ? ഹൂ ആർ യു? നീ ആരാ? യാക്കോബ് അപ്പനോട്, ഞാൻ നിന്റെ ആദിജാതൻ ഏശാവ്. ദൈവം ചോദിച്ച, ബൈബിൾ ചോദിച്ച മറ്റൊരു ചോദ്യം, നീ ആരാ? ഹൂ ആർ യു? നീ ആരാ? എവിടെയാണെന്ന് ചോദിച്ച ദൈവം ചോദിക്കും, നിനക്കറിയാമോ നീ ആരാണ്? രണ്ടർത്ഥത്തിൽ അതിനെ ചിന്തിക്കണം. ഒന്ന്, നമ്മോട് ചോദിക്കണം, നാം ആരാ? അല്പം പേടിയൊന്നുണ്ട്, ചോദ്യങ്ങൾക്ക് ഒത്തിരി ഉത്തരവുണ്ട്. എന്നോട് നിങ്ങൾ ചോദിക്കുക, നീ ആരാ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ പാസ്റ്റർ പ്രിൻസാണ്. അറിയത്തില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉടനെ അടുത്ത ചോദ്യം ചോദിച്ചെന്ന് വെക്കുക, ഞാൻ നിന്റെ പേര് ചോദിച്ചില്ല, നീ ആരാ? ഞാൻ നിന്റെ പേര് ചോദിച്ചില്ല, നീ ആരാ? അപ്പം ഞാൻ പറയും, ഞാൻ റാന്നിയിലുള്ള പാസ്റ്റർ തോമസ് എബ്രഹാം തുണ്ടത്തിൽ കുഞ്ഞുവെച്ചാൻ്റെ മോനാ. നിന്റെ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? നീ ആരാ അല്ലേ? അപ്പൻ്റെ പേര് അറിയണ്ട? ഞാൻ പറയും, ഞാനൊരു പാസ്റ്ററാ. നിന്റെ ജോലി ഞാൻ ചോദിച്ചില്ല, നീ ആരാ? അപ്പം ഞാൻ പറയും, ഞാൻ തുണ്ടത്തി വീട്ടിലെയാ. നിന്റെ വീട്ടുപേര് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? അപ്പോൾ ആ ചോദിച്ച ആൾ വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ വീട്ടുപേര് ചോദിച്ചില്ല, നീ ആരാ? അപ്പം ഞാൻ പറയും, ഞാൻ റാന്നിക്കാരനാ. നിന്റെ സ്ഥലപ്പേര് സ്ഥലം എവിടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? അപ്പം ഞാൻ പറയും, ഞാൻ എൻ്റെ ഭാര്യ ബ്ലസ്സിയുടെ ഹസ്ബൻഡാ. ഞാൻ നിൻ്റെ ഭാര്യയുടെ പേര് ചോദിച്ചില്ല, നീ ആരാ? നീ ആരാ അല്ലേ? അപ്പം ഞാൻ പറയും, ഞാൻ എൻ്റെ പിള്ളേരുടെ അപ്പൻ. നിൻ്റെ പിള്ളേരുടെ പേര് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? ഒടുവിൽ ഞാൻ പറയും, നീ ആരാ? അപ്പം ഞാൻ പറയും, ഞാനൊരു മനുഷ്യനാ. ആയോ? ശരി, തീർന്നു. ഈ ചോദ്യം നമ്മോട് ചോദിക്കണം. നിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല സഹോദര, നിൻ്റെ വീട്ടുപേര് ഞാൻ ചോദിച്ചില്ല, നിൻ്റെ അപ്പൻ്റെ പേര് ചോദിച്ചില്ല, അമ്മയുടെ പേര് ചോദിച്ചില്ല, ജോലിയുടെ കാര്യം ചോദിച്ചില്ല, സ്ഥലപ്പേര് ചോദിച്ചില്ല, പ്രൊഫഷൻ ചോദിച്ചില്ല. ഇതൊന്നും അല്ല ഞാൻ ചോദിക്കാം, നീ ആരാ? അവിടെ ഒരു തിരിച്ചറിവ് വരും, ഞാനൊരു മനുഷ്യൻ. നിസ്സഹായത, എളിമത്തം. നീ ആരാ? ഇന്ന് രാത്രി ദൈവം ചോദിക്കുക, നീ ആരാ? ചിലപ്പോഴെങ്കിലുമൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ട്. സങ്കടം. ചിലർ ഈ അടുത്തിടയ്ക്ക് ഒരാൾ ഇലക്ഷന് നിൽക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ജയിക്കുമോ നാളെ? ഞാൻ പറഞ്ഞു, ഒറ്റ നോട്ടത്തിൽ സാധ്യത കുറവാ. എൻ്റെ നോട്ടത്തിൽ. അതെന്നാ കാര്യം? മറ്റൊന്നല്ല,
അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടപ്പോൾ 2 ബോൾ കഷത്തിയിരിക്കുന്നതല്ല പോകുന്നത്. ആ ബോഡി ലാംഗ്വേജ് കണ്ടാലേ വോട്ട് കൊടുക്കാൻ തോന്നി. ഒരു വിനയത്തൊക്കെ വേണ്ടേ? 2 ബോൾ കഷത്തി ചില നടക്കുന്ന കണ്ടാൽ തോന്നി. 2 ബോൾ അല്ലേ? എൻ്റെ പോലെ ഇങ്ങനെയൊക്കെ നടക്കുന്നവരോട് എനിക്ക് ചോദിക്കാറുണ്ട്, നമ്മൾ ആരാ? മരിച്ചുപോയ കൊച്ചൻ്റെ പാസ്പോർട്ടിൻ്റെ വിസ ഞാൻ പേടിപ്പിക്കാൻ പറയാമല്ലോ കേട്ടോ. ഞാൻ കുറേ നേരം ഐസായിട്ട് ഇങ്ങനെ നിന്ന്, എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. അന്ന് വിസ വന്നെന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥ എന്താ? ഹൂ ആർ വി? നീ ആരാ? ഈ ബോധ്യം ഉണ്ടെങ്കിൽ ആരും ആരുടെ നേരെയും വിരള ചൂണ്ടത്തില്ല. ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കത്തില്ല. ഞാൻ ആരാ? കൃപ കൊണ്ട് ജീവിക്കുന്ന വെറും ഏഴാ. കാരണം ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാടി നീ മണ്ണിൽ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നത് പൊന്നേശുവേ കൃപയാ. നീ ആരാ? യാക്കോബേ നീ ആരാ? രണ്ടാമത്തെ ആ തലമുണ്ട്, നീ ആരാണെന്ന് നിനക്കറിയാം. വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ ദൈവ പൈതലും പറയട്ടെ, എവിടെ പോയാലും അറിയണം ഞാൻ ആരാ. ഞാൻ എവിടെ പോയാലും ഞാൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനൊരു ദൈവദാസനാ, ഞാനൊരു ദൈവ പൈതലാ. നീ ആരാണെന്നുള്ള ബോധ്യമുണ്ടോ? അതോ എവിടെയോ വേഷം മാറിയിട്ടുണ്ടോ? ഒരിടത്തൊരു വേഷം, മറ്റൊരിടത്ത് മറ്റൊരു വേഷം, പ്രച്ഛന്ന വേഷം. ദൈവം പറയുന്നു ഡ്യുവലിസം, പല മുഖങ്ങൾ. നീ ആരാ? പറയാൻ കഴിയോ? ഞാനൊരു എളിയ ദാസൻ. അപ്പാ അങ്ങയുടെ മകനാ, വിശുദ്ധീകരിക്കണേ. ഇന്ന് രാത്രി ആത്മാവ് വെട്ടപ്പെടുകയാ അല്പം കാർക്കശതയോടെ. നീ ആരാ? അറിയോ? വീണ്ടും ജന്മം പ്രാപിച്ച നമ്മൾ ആരാ? അപ്പൻ്റെ മകനെ നമുക്ക് വേണ്ടി തന്ന് കാൽവറി രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് നമ്മുടെ സ്ഥിതി മാറ്റി കാണുന്ന ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ നമുക്ക് ഇത്ര വലിയ പദവി തന്നിട്ട് ഇന്ന് നാം എവിടെയാ? അവിടേക്കുള്ള യാത്രയിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പം നാം എവിടെങ്കിലും സ്ലോ ആയോ? നീ ആറ്? ഉത്തരം പറയാമായിരുന്നു യാക്കോബിന്, ശരി ഉത്തരം, ഞാൻ ആരാണെന്ന്. പക്ഷെ പറഞ്ഞില്ല. നീ ആരാ? മുമ്പോട്ട് പോട്ടെ. 1, നീ എവിടെ? 2, നിന്റെ സഹോദരൻ എവിടെ? 3, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? 4, നീ ആരാ? അടുത്ത ചോദ്യം സംഖ്യയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ നാം കാണുകയാ 22-ാമത്തെ അധ്യായം. അവിടെ നാം കാണുന്നു ബിലയാമിന്റെ അടുക്കലേക്ക് വരികയാണ് ബാലാക്കിന്റെ ആൾക്കാർ. എന്തിനാ? ഇസ്രായേൽ മക്കളെ ശപിക്കണം. 22:7 വാക്യം, സംഖ്യ 22:7. എന്നെ ചിന്തിപ്പിച്ച കുറെ ചോദ്യങ്ങൾ. മോവാബി മൂപ്പന്മാരും മിദ്യാന മൂപ്പന്മാരുടെ കയ്യിൽ പ്രതിഷ്ഠാദക്ഷിണയുമായി ബിലയാമിന്റെ അടുക്കൽ ചെന്ന് ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു, ശപിക്കണം. അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർപ്പിന് യഹോവ എന്നോട് അരുളി ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. മോവാബിയ പ്രഭുക്കന്മാർ ബിലയാമിനോടുകൂടെ പ്രാർത്ഥിച്ചു. ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യർ ആരാ? നിന്റെ കൂടെ ഇന്നുള്ളത് ആരാ? നിന്റെ കൂടെ ഉള്ളത് ആരാ? അത് പറയാൻ കഴിയണം. അമ്മയാണെന്ന് പറയാൻ കഴിയാത്ത മക്കളുണ്ട്. ഇതെൻ്റെ അമ്മയാ, അമ്മയ്ക്ക് സൗന്ദര്യം പോരാ. മനസ്സിലൊക്കെ ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്ന കഥകളുണ്ട് കുഞ്ഞിലെ. അതൊക്കെ കേട്ടിട്ടുള്ള കഥകളായിരിക്കാം നിങ്ങൾ. തീപ്പൊള്ളലൊക്കെ ഏറ്റ് നമ്മളങ്ങനെ മുഖമൊക്കെ കരിവാളിച്ചു പോയ അമ്മ, വികൃത രൂപമായി പോയ അമ്മ. സുന്ദരിയായ കുഞ്ഞ് കോളേജിൽ പഠിക്കുക, കൂട്ടുകാരെല്ലാമായിട്ട് വീട്ടിലേക്ക് വന്നു. എന്താ കുടിക്കാൻ? ചൂട് വേണോ തണുപ്പ് വേണോ? ഒരാൾ പറഞ്ഞു തണുത്തത് മാറ്റി, മറ്റൊരാൾ പറഞ്ഞു ചൂട് മാറ്റി, മറ്റൊരാൾ പറഞ്ഞു ഞാൻ പാൽ ഉപയോഗിക്കില്ല, എനിക്ക് സുലൈമാനി മതി. ഓർഡർ, ഒരു സുലൈമാനി, ഒരു ചായ, ഒരു തണുത്ത വെള്ളം, ഒരു ട്രെയിൽ. ഇതെല്ലാം കൊടുത്തു അമ്മ. പോയപ്പം പതുക്കെ കൂട്ടുകാരി ചോദിച്ചു, ആരാ ഇത്? അവൾ പറഞ്ഞെന്ന്, വേലക്കാരിയാ. മിണ്ടിയില്ല അമ്മ. വീണ്ടും അവർ ചോദിച്ചതൊക്കെ കൊടുത്ത് അവരെ ആഘോഷമാക്കി യാത്ര വിട്ടിട്ട്
മോളെ വിളിച്ചിട്ട് പറഞ്ഞു പോലും, മോളെ, ഇന്ന് നിന്നെ കാണുന്നവർ അന്ന് എന്നെ കണ്ടിട്ടുള്ളവർ പറയും, നീ ഇരുന്ന പോലെ ഇവിടെ ഇരിക്കുക. എൻ്റെ അമ്മ സുന്ദരിയായിരുന്നു. പക്ഷെ നീ കുഞ്ഞായി കിടന്ന ഒരു രാത്രിയിൽ നമ്മുടെ വീടിന് തീ പിടിച്ചു. നീ അകത്തെ മുറിയിൽ എല്ലാവരും മറന്നു. എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഞാൻ ആ തീക്കകത്ത് കയറി നിന്നെ വാരിയെടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോഴത്തേന് അമ്മയുടെ ഡ്രസ്സിന് തീ പിടിച്ചിരുന്നു. എടുത്തെറിഞ്ഞു കൊടുത്തിട്ട് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നിടയിൽ മുഖം കരിവാളിച്ചു. അതുകൊണ്ടാണ് നീ ഇന്ന് സുന്ദരി. എന്താ അങ്ങനെ പറയാൻ കഴിയാത്ത? ഇതെൻ്റെ അമ്മയാ. നിൻ്റെ കൂടുള്ളത് ആരാ? നിൻ്റെ കൂടുള്ളത് ആരാ? ഇതെൻ്റെ സ്വന്തം ഭാര്യ. കൂടുള്ളത് ആരാ? എൻ്റെ അപ്പനാ. ഉന്നതനായ നല്ല നിലവാരമുള്ള ഒരു കേസുകൾ ഒത്തിരിയുള്ള പ്രശസ്തനായ ഒരു വക്കീൽ, ഒരു പ്രമുഖ സദസ്സ്, ജഡ്ജിമാരും അങ്ങനെയുള്ളവരൊക്കെ അടങ്ങുന്ന ഒരു സദസ്സിൽ ഞാൻ കണ്ടു. അടുത്ത് ഇന്നൊരു പാവം പിടിച്ച തൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ഒരു സാധുവായ കൂലിപ്പണിക്കാരനായ സഹോദരനെ ചേർത്ത് പിടിച്ചിട്ട് അവരെ പരിചയപ്പെടുത്തും. ഞങ്ങളുടെ കൂട്ടായ്മക്കാരനാ, കല്യാണത്തലേന്ന് വീടിൻ്റെ ആഘോഷത്തിൽ വന്നെടുത്ത പ്രമുഖരെയും ജനപ്രതിനിധികളെയും ചേർത്ത് പിടിച്ച് പരിചയപ്പെടുത്തി, ഇതെൻ്റെ പാസ്റ്റർ, ഇത് ഞങ്ങളുടെ കൂട്ടായ്മക്കാർ. ആരാ കൂടല്ലേ? പക്ഷെ മറ്റൊരു കാര്യം കൊണ്ട് ചെല്ലൊക്കെ കൂടെ കൊണ്ട് നടക്കുന്ന മറ്റൊരാളെ നോക്കിയിട്ട് പരിചയപ്പെടുത്തി, എൻ്റെ കസിനാണെന്ന്. കസിൻ എന്ന് പറയാനൊക്കെ ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ കസിൻസൊക്കെ കസിൻസ് അല്ലാതെ പരിചയപ്പെടുത്തും. കാരണം അവർക്ക് ആരാ കസിൻ എന്ന് എനിക്കറിയാമല്ലോ. തെറ്റായ കൂട്ടുകെട്ടുകൾ അബദ്ധങ്ങളിൽ കൊണ്ടെത്തിക്കും. എന്നാൽ നേരിൻ്റെ കൂട്ടുകളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോവുകയാണ്. സ്വന്തം അമ്മയെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ, അമ്മ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ കഴിയാതെ, ഇതെൻ്റെ പാസ്റ്ററാന്ന് പറയാനുള്ള ലജ്ജ, ഇതെൻ്റെ കൂട്ടു സഹോദരങ്ങളാണെന്ന് പറയാൻ കഴിയാത്തത്. കർത്താവ് ചോദിക്കുന്നു, കൂടുള്ളത് ആരാ? അതിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ അബദ്ധങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. വീണ്ടും ബാലാക്കാളെ വിട്ടപ്പോൾ വീണ്ടും അവരെ താമസിപ്പിച്ചു. ദൈവം ഒന്നുകൂടെ എന്താ പറയുന്നത്? അങ്ങനെ ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും അവരുടെ കൂടെ പോകുമ്പോൾ ദൂതൻ വഴി നിൽക്കുന്നു. അവൻ അറിഞ്ഞില്ല, പക്ഷെ കഴുത അറിഞ്ഞു. ഒരു വട്ടം മാറിപ്പോകുന്നു, ഒരു വട്ടം ഇടുക്ക് വഴി നിൽക്കുന്നു, ഞെരുങ്ങുന്നു, കാല് നൊമ്പരപ്പെടുന്നു, അടിക്കുന്നു. മറ്റൊരു വട്ടം കഴുത ഇരിക്കുന്നു. ഒടുവിൽ കഴുത വാ തുറന്ന് സംസാരിക്കുന്നു. കൂടുള്ളത് ശരിയല്ലെങ്കിൽ ദൂതൻ നിന്നെ ബുദ്ധിമുട്ടിക്കും. പക്ഷേ മൃഗത്തിനറിയാം, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തട്ടി അറിയുന്നു. എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. കൂടുള്ളത് ആരാ? അടുത്ത ചോദ്യം, കൂടുള്ളത് ആരാ? മുമ്പോട്ട് വേഗത്തിൽ പോകട്ടെ. ഏറ്റവും പ്രശസ്തനായ, അല്ലെങ്കിൽ എന്താ പറയുക, ശീഘ്രതയുള്ള മൂർച്ചയുള്ളൊരു മനുഷ്യൻ തിശ്ബെന്നുള്ള ഏലിയാവിനെ നാം രാജാക്കന്മാർ പുസ്തകത്തിൽ കാണുക. ശക്തനായ മനുഷ്യൻ. പക്ഷെ കാണുന്നു, ഒറ്റ ദിവസം ഇങ്ങോട്ട് വന്നിട്ടൊരു പറച്ചില്. എന്താ പറഞ്ഞത്? ഗിലെയാദിലെ തിശ്ബെന്നുള്ള ഏലിയാവ് 1 രാജാക്കന്മാർ 17 വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടി മഞ്ഞും മഴയും പെയ്യത്തില്ല. എന്നാൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വല്ലാതെ പേടിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കർമ്മേലിൻ്റെ പർവ്വതത്തിലൊക്കെ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തെങ്കിലും ഏലിയാവ് പ്രവാചകന്മാരെ കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. 1 രാജ 19. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണോ അധികം ചെയ്യുമാറാകട്ടെ. അവൻ ഭയപ്പെട്ടു, എഴുന്നേറ്റു, ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട യഹൂദയ്ക്കും ബേർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാനിച്ചു. ശക്തനായ ദൈവദാസൻ ഏലിയ എന്തുണ്ടായി? സൂയിസൈഡ് ടെൻഡൻസി. വേദോസം പച്ചയ്ക്ക് പഠിച്ച ഈ മനുഷ്യന് എന്താഗ്രഹിച്ചു? മരിപ്പാൻ. ഇന്ന് ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് സൂയിസൈഡ് ടെൻഡൻസി, നിരാശ, വിഷാദരോഗം. കോവിഡ് ട്രിഗർ ചെയ്ത ഒരു വലിയ പ്രശ്നം സൂയിസൈഡൽ ടെൻഡൻസിയും മാനസിക രോഗങ്ങളും വിഷാദതലങ്ങളും.
ഏലിയാവ് ഒരു നിമിഷം. ഇത് ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല, പിന്നെ ആരാ അഡ്രസ്സ് ചെയ്യണ്ടേ? പക്ഷെ ഒന്നെനിക്കറിയാം, ഞാൻ ഈ അടുത്തിടയ്ക്ക് പൗരുഷനിലുള്ള കാര്യം പറഞ്ഞു. ആത്മഹത്യ ഒറ്റ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് മാറിപ്പോകും. ചിന്ത വന്ന ഒറ്റ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് നടന്ന സംഭവം. ഞാൻ ആ വാക്ക് ഒന്നിൻ്റെ പറഞ്ഞപ്പോൾ അത് മോശമായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എന്നാൽ ഇത് നടന്ന കാര്യം. ആരെങ്കിലുമൊക്കെ ആത്മഹത്യക്ക് ചിന്തയെങ്കിലും വന്ന് ഓർത്തണം. ഈ കാര്യം ഓർത്താ ചിരിക്കാനുള്ള കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിലെ ഇച്ചിരി മലമ്പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യണം. സത്യമായിട്ട് അവൻ ചാകാൻ തീരുമാനിച്ചു. അവന് വട്ടായി, അവന് ചാകാൻ വേണ്ടി അവൻ കയറും എടുത്തിട്ട് വനമുണ്ട്, വനത്തിൽ കയറിപ്പോയി തൂങ്ങിച്ചാകാൻ പോകാൻ നേരത്താണ് ഇവന് വയറ്റിൽ നിന്ന് പോകണം തോന്നി. അവനൊരു കല്ലെ കയറിയിരുന്ന് ആഘോഷിച്ച് പോയപ്പോൾ അവന് പിന്നെ കടവിറങ്ങണ്ടേ, കഴുകിയില്ലെങ്കിൽ ചാകാൻ നേരത്ത് പിടിക്കാമെന്നവർക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അവനെന്ത് ചെയ്തു? ഒരു തോട്ടി പോയിരുന്ന് കഴുകി, വയറ്റിൽ നിന്നും പോയി കഴുകുകയും ചെയ്തപ്പോൾ ഇവൻ ചാകുന്ന കാര്യം മറന്നുപോയി. ഇവൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നിട്ട് ഒരു കടക്കാരൻ സുഹൃത്ത് താഴെ ഒരു മാടക്കടയുമായിട്ടിരിപ്പുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞാൽ ഞാൻ ചാകാൻ പോയാൽ, പക്ഷെ പോയ വഴിക്ക് വയറ്റിൽ നിന്ന് പോയി, കുറേ നല്ലപോലെ പോയി. ഈ ആദ്യം വ്യാധിയും എല്ലാം വന്നപ്പോൾ നല്ലപോലെ പോയി, കുറേ നേരം. പിന്നെ കഴിയപ്പം മറന്നു. അയാൾ ആ കയറ് മേടിച്ച് വാഴക്കൊല കെട്ടിത്തൂക്കി. എൻ്റെ അറിവിൽ ഇന്നും രാവിലെ ആ കൊലയിൽ കയറെ വാഴക്കൊല തൂങ്ങുന്നുണ്ട്. പക്ഷെ അന്നേരം വയറ്റിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ, കഴുകാൻ പോയില്ലായിരുന്നെങ്കിൽ, ഒരു തോട്ടിലിറങ്ങിയിരുന്ന് കഴുകി പോയില്ലായിരുന്നെങ്കിൽ അവൻ ചത്തുപോയേനെ. അപ്പം ഇതെല്ലാവർക്കും ഉണ്ടാവും. ഇങ്ങനൊക്കെ ചിന്തിക്കാത്ത മനുഷ്യർ കുറ. എൻ്റെ ഒരു സഹോദരി, നല്ലൊരു പെൺകുട്ടി നമ്മുടെ സഭയിലുള്ള, മരിക്കാൻ തീരുമാനിച്ചു. പോയി കയറിട്ടു. കയറെ കയറി നിൽക്കുമ്പോഴാണ് എൻ്റെ കൂടെയുള്ളൊരു പാസ്റ്റർ വിളിക്കണമെന്ന് തോന്നി വിളിക്കുന്നത്. പടപടപടപടാന്ന് വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന് ഫോൺ എടുത്ത് വർത്തമാനം പറഞ്ഞപ്പം ചാകുന്ന കാര്യം മറന്നുപോയി. ചത്തില്ല. ഇന്ന് രാവിലെ ഞാൻ കണ്ടു. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്. ഏലിയാവിനും തോന്നി മരിക്കണം. മനുഷ്യരാണേ, പച്ചയായ മനുഷ്യൻ ഏത് ശക്തനും ഒരു നിമിഷം ബലഹീനപ്പെട്ടു പോകും. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ഞങ്ങളൊക്കെ വലിയ അമാനുഷികരാണ്. ഒന്നുമല്ല കേട്ടോ, വെറും മനുഷ്യൻ. വിശ്വാസിക്ക് വിഷമം വന്ന, പാസ്റ്റേ ഉറക്കം വരുന്നില്ല, പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ നാമത്തെ തൻ്റെ ഭക്തരോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ ഹോവേ എന്നെ നിർഭയം വസിക്കുക. ഇന്ന് രാത്രി ശുഭ ഉറക്കത്തെ ഞങ്ങൾ കൽപ്പിച്ച് ആക്കുന്നു. എന്നിട്ട് അവരുറങ്ങി, നമ്മൾ ഉണർന്ന് കിടക്കും. ശരിയല്ലേ? എന്നോടൊരു ദേവദാസൻ, ഭയങ്കര ഭൂതശാന്തി ശുശ്രൂഷയുള്ള ദേവദാസൻ, പുള്ളി നോക്കുന്നിടത്ത് ഭൂതം ഇറങ്ങിപ്പോകും. അങ്ങനെ ഒരു വീട്ടിൽ ഒരു മുറി ചെന്ന് ഒരു യോഗത്തിനിരിക്കുക. ഭൂതം ഇളകി. ഭൂതം ഒരു ലൈറ്റേ നോക്കുന്നു, ആ ലൈറ്റ് ഓഫായി. ഈ ട്യൂബെ നോക്കി, ആ ട്യൂബ് അടിച്ചു പോയി. എൻ്റെ ഭൂതം ഇത് നടന്ന സംഭവം എന്നിട്ട് അതിനോട് പറയും. അപ്പോൾ അവർ എമർജൻസി കൊണ്ടുവച്ചു. എമർജൻസി നോക്കി ചിരിച്ചു, എമർജൻസി ഫ്യൂസ് അടിച്ചു പോയി. അപ്പോൾ അവർ മെഴുതിരി കൊണ്ടുവച്ചു, ചിരിച്ചു, മെഴുതിരി ഓഫായിപ്പോയി. അതാണ് ഭൂതം. ആ ഭൂതത്തെ പുള്ളി അവിടെ നിന്ന് പോരാടി 3 മണിക്കൂർ കൊണ്ട് ചൊല്ലി കെട്ടി അഴിച്ച് 1 by 1 ഇറക്കി വിട്ടു. ഇറക്കി വീട്ടിൽ ചെന്നപ്പം അമ്മായിമ്മയും ഭാര്യയും കൂടെ വഴക്കുണ്ടാക്കി. ഭാര്യ കെട്ടിപ്പിറക്കി പോകാൻ നിൽക്കുക. പറഞ്ഞ ആ ഭൂതത്തെ അഴിച്ചു വിട്ടു. പക്ഷെ ഈ ഭൂതത്തെ എന്ത് ചെയ്യാനത്തില്ല, അഴിക്കാത്ത. പുള്ളി ചെയ്തത് ഭൂതശാന്തി നിർത്തി. ഇപ്പോൾ പുള്ളി ഭൂതം ഇളകിയ ചെയ്യുന്നത്. ശാന്തമായിരിക്കും, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. തുടരാം പുസ്തകം. പറയാനൊക്കൂ? അവനുണ്ടായി വലിയ ശക്തൻ. വിശ്വാസികൾ ഉറക്കം വന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ഈ ദിവസങ്ങളായിട്ട് അങ്ങ് മരിക്കണമെന്ന് മാത്രം. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാത്മാവെ വിട്ടുപോ പോവും. ഉറപ്പാ. എനിക്ക് മരിക്കണം തോന്നിയാൽ ഞാൻ ആരോട് പറയും? സത്യമായിട്ട് നിങ്ങൾ ഓർത്ത് ഞാൻ ആരോട് പറയും? ശരി, പക്ഷേ ആരോട് പറയും? ഞങ്ങളുടെ തമ്പിച്ചാണ്ട് പറഞ്ഞാൽ പറയും, അവൻ ഈടെയായിട്ട് പിശാച് കയറിയേക്കുക. വിശ്വാസിയോട് ചോദിച്ചാൽ പറയും, ആ പാസ്റ്റ കൈവപ്പ് മേടിക്കരുത്, അങ്ങേർക്ക് പ്രശ്ന, നമുക്ക് വ്യാപാരം വരും. ഏലിയാവ് ശക്തൻ, താണ്ട് ചത്താ മതി. ദിസ് ഈസ് ദ റിയാലിറ്റി ഓഫ് ദ ബൈബിൾ. എപ്പോഴും പ്രസന്റ് ചെയ്യുന്നത്
ഒരു അതിഭൗതികതയും അമാനുഷികതയും ഒന്നുമല്ല, റിയൽ മനുഷ്യരെ ഇങ്ങനെ. അതുകൊണ്ടാണ് ഇന്നും ഈ 2022 ഈ പുസ്തകം ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് മനുഷ്യൻ വായിച്ച് കരയുന്നേ. ഏലിയാവ്, തിശ്ബി എന്നുള്ള തിശ്ബിന ഏലിയാവ് ഒറ്റ പോക്ക് കർമ്മേൽ ചെന്നിട്ട് ഒറ്റയ്ക്ക് ഒരു നിപ്പ്. എത്ര പ്രവാചകന്മാരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, വിളിക്ക ധൈര്യം. ഓ, എന്തൊരു ധൈര്യം അതൊക്കെ! അവരുടെ എല്ലാ ധൈര്യത്തിന്റെ മുമ്പിൽ ഉച്ചരാര് വിളിച്ചിട്ടും ഒന്നും ഇറങ്ങിയില്ല, എല്ലാത്തിനും നശിപ്പ്. എന്നിട്ടൊരു കാളയിൽ വെള്ളം കോരി ഒഴിച്ചിട്ട് ഒറ്റ, ഞാൻ നിന്റെ ദാസനെന്നും നീ അങ്ങ് പറഞ്ഞിട്ടാ ഞാനിത് ഇപ്പത്തടിക്കണം. തെളിയിച്ചെല്ലാം കഴിഞ്ഞ് താണ്ട് കിടക്കുന്നു, ചാകണം. ദിസ് ഈസ് ദ ലൈഫ്. പക്ഷെ അവിടെ എനിക്കൊരു ഇഷ്ടമുണ്ട്. കർത്താവ് എന്ന് ചോദിച്ചു, നിനക്കെന്താ ഇവിടെ കാര്യം? ചോദ്യം, നീ ഇവിടെ കിടക്കേണ്ടവനല്ല, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. എവിടെയോ നിരാശയുടെ പടുകുഴിക്കകത്തേക്ക് അറിയാതെ വഴുതിപ്പോയവരെ ഇന്ന് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് കർത്താവ് ചോദിക്കുന്നു, നിനക്കെന്താ ഇവിടെ കാര്യം? എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. എഴുന്നേറ്റ് തിന്നുക. എൻ്റെ പ്രാണനെ എടുത്തുകൊണ്ടമേ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ഇങ്ങനൊക്കെ പ്രയാസപ്പെടുമ്പോൾ തമ്പുരാൻ തട്ടി ഉണർത്തും. നിനക്കെന്താ? നീ എഴുന്നേറ്റേ. എന്തിനെ കിടക്കുന്നേ? എവിടെയോ ക്ഷീണിച്ചു പോയവരെ ഇന്ന് രാത്രി കർത്താവ് തട്ടുന്നുണ്ട്. എന്തിനാ? ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി. അത് ചെവി കേൾക്കുന്നവർ, ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറയുന്നേ, പക്ഷെ എനിക്കറിയാം തട്ടി എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. എന്തുകൊണ്ട്? ഒരു ദൂരയാത്ര ചെയ്യാനുണ്ട്. നിരാശ കടക്കരുതേ. കർത്താവിൻ്റെ വേല ചെയ്തിട്ട് എവിടെയോ നിരാശപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് വാക്കിൻ്റെ മുമ്പിൽ ക്ഷീണിച്ചു പോയവർ, യേശുവിൻ നാമത്തിൽ ദൂതൻ നിങ്ങളെ തട്ടുകയാണ്. എഴുന്നേറ്റേ. നിനക്ക് ഒരു ദൂരയാത്ര. നാം എഴുന്നേറ്റാൽ, നാം മുമ്പോട്ട് പോയാ, നാം ആരാന്ന് നാം സമ്മതിച്ച, നമ്മുടെ കൂടെയുള്ളവർ ആരാന്ന് സമ്മതിച്ച, നാം എവിടെ ഒന്ന് വരുന്നു, എവിടേക്ക് പോകുന്നുവെന്ന് നാം തിരിച്ചറിഞ്ഞാൽ, ദൈവം ഒരു കാര്യം ചോദിക്കും. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം അത് വായിക്കുന്നു. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം ചോദിച്ച ചോദ്യത്തിന് നാം ഉത്തരം പറയാമെങ്കിൽ, ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് അനുകൂലമെങ്കിൽ ഇന്ന് നിനക്ക് പ്രതികൂല ആരാ? സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്ന മറ്റൊരു ചോദ്യമുണ്ട്. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവം വന്നിട്ട് പറയാണ്, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? ഒരു കാര്യം ഉറപ്പാ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആരാന്ന് ഇന്ന് രാത്രി നാം സമ്മതിച്ച, എവിടെയാ നാം എന്ന് സമ്മതിച്ച, കൂടുള്ളത് ആരാന്ന് സമ്മതിച്ച, നമുക്കൊരു തിരിച്ചു വരവിന് തയ്യാറായ, നമ്മുടെ നിസ്സഹായത മനസ്സിലാക്കി ദൈവസന്നിധി രൂത്ത് വന്നിട്ട് ബോവസിന്റെ വയലിൽ കിടന്നതുപോലെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒന്ന് വരാൻ തയ്യാറായ ഒരു കാര്യം ഉറപ്പാ, തമ്പുരാൻ ചോദിക്കൂ. നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തോട് ചോദിക്കൂ, നീ ആര്? ദൈവം ചോദിച്ച ചോദ്യം ആരോട്? നമ്മോട് ചോദിച്ച ചോദ്യത്തിന് നാം ഒരു ശരി ഉത്തരം നൽകിയ നമ്മുടെ മുമ്പിലുള്ള പർവ്വതത്തോട് ദൈവം ചോദിക്കൂ, പർവ്വതമേ നീ ആര്? ഞാൻ അതിനെ സമഭൂമിയാക്കും. 2, നിനക്ക് പ്രതികൂല ആരാ? യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂല ആരാ? നമുക്കറിയാം, രൂത്ത് എന്ന് പറയുന്ന സഹോദരി മോവാബിയ പെൺകുട്ടി പാവായിരുന്നു. ചെറുപ്പത്തിലെ വൈധവത്യത്തിന്റെ നൊമ്പരങ്ങൾ ഏക്കപ്പെടേണ്ടി വന്ന ആ സാധു പെൺകുട്ടി അമ്മായിമ്മയോട് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. അവർ രണ്ടും കൂടെ യാത്ര തിരിച്ച് മുമ്പോട്ട് പോകുന്നു. അവരാ ബേത്ലഹേമിലേക്ക് വരികയാണ്. എന്നിട്ട് കാലാപറക്കി ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു. കാലാപറക്കി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടി അമ്മായിമ്മയുടെ നിർദ്ദേശപ്രകാരം ബോവസിന്റെ വയലിൽ ചെന്നിട്ട് അവന്റെ പാദത്തിൽ കിടക്കുക. ബോവസ് ഞെട്ടി ഉണർന്നൊരു ചോദ്യം ചോദിച്ചു, നീ ആരാ? ഉത്തരം പറഞ്ഞു, ഞാൻ നിന്റെ ദാസിയായ രൂത്ത്.
ഞാൻ നിന്റെ ദാസിയായി രൂത്ത്, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ. എവിടെയോ നിരാശയുടെ പടുകുഴിക്കകത്ത് പെട്ടിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന, ഇനി മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ലെന്ന് പറയുന്ന വ്യക്തികളോട് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി ആ വീണ്ടെടുപ്പുകാരൻ്റെ കാൽ ചുവട്ടിൽ വന്നിട്ട് ഞാൻ നിന്റെ ദാസനാ ദാസി എന്ന് പറഞ്ഞ ഒരു കാര്യം ഉറപ്പാ, വീണ്ടെടുപ്പുകാരൻ്റെ പുതപ്പ് നമ്മുടെ മേ വീഴും. അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായത്? അവൾ ഓർത്തത്, ഒരു ചാൺ വയറിനുള്ളത് എനിക്ക് കിട്ടണം, അത് മാത്രമേ അവൾ ആഗ്രഹിച്ചുള്ളൂ. അമ്മച്ചിയെ പട്ടിണിക്കിടരുത്, എനിക്കും ജീവിക്കണം. പക്ഷേ എൻ്റെ കർത്താവ് വന്ന് കയറി കിടന്നത് വീണ്ടെടുപ്പുകാരൻ്റെ കാൽച്ചുവട്ടിലായിരുന്നത് കൊണ്ടും അവൾ സമ്മതിച്ചു, ഞാൻ നിന്റെ ദാസനാ, പക്ഷേ ഞാൻ നിന്റെ ദാസിയാ. രൂത്തിന്റെ പുസ്തകം 3-ാമത് അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ നിന്റെ ദാസി. ഗുണം, അവൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം കൊടുത്തു. ഈ ചരിത്ര പുരുഷന്റെ അമ്മച്ചിയാകാനുള്ള ഭാഗ്യം ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ആ പാരമ്പര്യത്തിലേക്ക് രൂത്ത് ഉയർത്തപ്പെടുകയാണ്. എന്താ കാര്യം? വന്നു കിടന്നത് അവിടുത്തെ കാതപീഠത്തില. നീ ആരാ? നീ ഇന്ന് എവിടാ കിടക്കുന്നേ? വല്ലാതെ ക്ഷീണിച്ചു പോയ പെൺകുട്ടി, ഒരു നേരത്തെ വയസ്സപ്പിന് വേണ്ടി മാർഗമില്ലാതിരുന്നവൾ വീണ്ടെടുപ്പുകാരൻ്റെ പാദത്തിൽ വന്നു, ഞാൻ നിന്റെ ദാസിയാ. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി കൊടുത്തു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആരാന്ന് നാം സമ്മതിച്ച നമ്മുടെ മുമ്പിലുള്ള ചില പർവ്വതങ്ങളെ തമ്പുരാനെന്ന് ഉടച്ചു കളയും. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആരാ? ദൂതിൻ്റെ 2-ാം ഭാഗം കൺക്ലൂഷനോട്ടെത്തട്ടെ. ഒത്തിരി മക്കളുടെ മുമ്പിൽ ഒരായുസ് മുഴുവൻ വേല ചെയ്തിട്ട് ഇന്ന് മക്കളൊരു പർവ്വതമാണ്. ഒരായുസിലോടിയിട്ട് മക്കളൊരു പർവ്വതം. ഈ പർവ്വതം എന്തു ചെയ്യും? മദ്യപാനമുണ്ടോ? പുകവലിയുണ്ടോ? രാവേറെ വൈകി വരുന്നു, വഴിതെറ്റി ഒന്ന് പോയി, ഞാൻ എന്തു ചെയ്യും? ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല, പോത്തില്ലെന്ന് പറഞ്ഞ ഉപദേശിമാരെ എനിക്കറിയാം. പാസ്റ്ററെ വയ്യ. കർത്താവ് പറയുന്നു, സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആരാ? ഞാനതിനെ സമഭൂമിയാക്കും. നാം ആരാ നാം സമ്മതിച്ചാൽ ചില രോഗബന്ധനങ്ങളുടെ പർവ്വതങ്ങൾ ഈ രാത്രി ദൈവം സമഭൂമിയാക്കും. നാം ആരെന്ന് നാം സമ്മതിച്ചാൽ ഒരു തിരിച്ചറിവിലേക്ക് വന്ന ഈ രാത്രി ആത്മാവ് പറയുന്നു, കടത്തിൻ്റെ പർവ്വതങ്ങളെ ദൈവം അതിനെ പൊടിച്ച് നിരപ്പാക്കും. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങളുടെ രാത്രിയായിട്ട് മാറും. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം. സ്വർഗം ചോദിക്കുന്ന ചോദ്യം നമ്മോടല്ല, നമ്മോട് ചോദിച്ച ചോദ്യത്തിന് ശരി ഉത്തരം ടിക്ക് ചെയ്താൽ ഇന്ന് രാത്രി ദൈവം ചിലതിനോട് ചോദിക്കും, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആരാ? സർക്കാസ്റ്റിക്കായിട്ടും പരിഹാസച്ചവയോടും ചോദിക്കുക, നീ ആരാ? ഈ തടസ്സമേ, അന്ന് ആലയം പണിയാ, നീ ആരാ? അവരുടെ മുമ്പിലുള്ള പ്രശ്നം, ഞാനിതെങ്ങനെ ചെയ്യുമെന്നുള്ളതാ. സാധ്യതകളില്ല. നീ ആരാ? ഞാൻ എഴുന്നേക്കും, ഞാൻ ചെയ്യും. എങ്ങനെ? സൈന്യത്താലല്ല, ശക്തിയാലെയല്ല, കൃപ എന്നുള്ള ആർപ്പോടെ. അങ്ങനെ പർവ്വതങ്ങളുടെ മുമ്പിൽ വീണുകിടന്ന ചരിത്രം എളിയവനുണ്ട്. ഇന്നൊക്കെ തിരിഞ്ഞു വധിക്കുമ്പോൾ അതറിയാം. ദൈവം ചോദിച്ചു, പർവ്വതമേ, നീ ആരാ? എളിയവൻ ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങളുണ്ട്. എത്രയോ പ്രാവശ്യം കൃപയാൽ ഈ വേദി വന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും അമ്മച്ചിയുടെ മോൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ സന്തോഷത്തോടെ. മറക്കാനൊക്കില്ല ആ രാത്രി, മറക്കാനൊക്കില്ല ആ പകൽ. ഒരു രാത്രിയുടെ നിശബ്ദതയിൽ 12 മണി 10 മണി കഴിഞ്ഞപ്പോൾ ഒരമ്മ പ്രാർത്ഥിക്കാൻ വന്നു. നിറച്ച് വീട്ടുകാർ, മക്കൾ, മരുമക്കൾ, ഭർത്താവ്, നാട്ടുകാർ, അയൽക്കാർ. അവർക്ക് വിഷാദത്തിൻ്റെ, നൈരാശ്യത്തിൻ്റെ, മാനസികത്തിൻ്റെ ഒരു പ്രയാസം. അക്രൈസ്തവ കുടുംബം എല്ലാവരും പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. അമ്മ ഓക്കെ. പോകാൻ നേരത്ത് ശരി എന്നാൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, തിരിച്ചാ വീട്ടിൽ ചെന്നാൽ വീണ്ടും ഇതുണ്ടാവുമോ? എനിക്കൊരു പേടി. ഞാൻ പാസ്റ്റേജിൽ കിടന്നോട്ടെ, വലിയ പരിചയമില്ലെങ്കിലും ചെറിയ പരിചയം. അമ്മ കിടന്നു, വലിയ സന്തോഷം. സാധുവായ നല്ലകളായ അമ്മ വീട്ടിൽ കിടന്നുറങ്ങി. രാത്രി 1 മണിയായപ്പോൾ എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ അമ്മ സുഖം ഉറക്കം. സാബുദു
സുഖമായിട്ട് ഉറങ്ങുന്നു. രാത്രി ഒരിക്കലൂടെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഉറക്കാം. വെളുപ്പിന് എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെ വിടാൻ വേണ്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അമ്മ ഉറക്കം. പക്ഷെ പിള്ളേരുടെ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കിയിട്ട് ഒരു 7 മണി കഴിഞ്ഞ് അവൾ ചായ അനത്തി അമ്മയെ ചെന്ന് നോക്കിയപ്പോൾ അമ്മയുടെ മുറി അമ്മയില്ല, ഈച്ചയില്ല. എന്ത് ചെയ്യും? എന്നെ വന്ന് വിളിച്ച് ഇച്ചയി കാണുന്നില്ല. ഞാൻ പറഞ്ഞു പുറത്തെങ്ങാനും കാണാം. അവർ രാവിലെ പല്ല് തേക്കാൻ പുറത്തൂടൊക്കെ നടക്കായിരിക്കും, പേടിക്കണ്ട. അരമണിക്കൂർ കഴിഞ്ഞിട്ടും കാണാൻ ഞാൻ പറഞ്ഞു അച്ചാ ഇച്ചയി ഇവിടെ ഇല്ല, നോക്കണം. ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാഷമാരെ എല്ലാം വിളിച്ചു. ഒത്തിരി കുഞ്ഞുങ്ങൾ ഓടി വന്നു. അവരെല്ലാം അലർട്ടായി. ഒരാൾ ഇട്ടിപ്പറപ്പോൾ നോക്കുന്നു. മല്ലപ്പള്ളി പത്തനംതിട്ട ഫസ്റ്റ് ബസ് പോയിൻ്റെ പുറകെ മുഴുവൻ പിള്ളേർ ബൈക്കിൽ പോയി. എങ്ങും ഇച്ചയില്ല. എരുമേലിക്കപ്പുറത്താ വീട്. അവിടെ അറിയിച്ചു. ഒരു 9 മണി 10 മണി ആയപ്പം രാവിലെ ഒരു വണ്ടി ആൾ ജീപ്പ് പാസ്റ്റേ. എൻ്റെ അപ്പ ഇങ്ങനെ ചാരിയസരെ കിടക്ക. ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്. ആ വന്ന അപ്പൻ, ആ ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് തന്നെത്താൻ ഇടിച്ചുകൊണ്ട് നിലത്തോട്ട് വീണങ്ങ് ഉരുണ്ടു. എൻ്റെ പൊന്ന് പാസ്റ്റർ, അപ്പാ എവിടെ എൻ്റെ ഭാര്യ? എനിക്കുള്ളത് മുഴുവൻ വിറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ ഭാര്യത്താ എനിക്കുള്ളത് മൊത്തം വിറ്റ് തന്നൊക്കെ എനിക്കൊന്നും വേണ്ട, എൻ്റെ ഭാര്യ തന്നാൽ മതി. എവിടാ കൊണ്ടുവച്ചേക്കുന്നത്? അറിയില്ല. ലോകം മുഴുവൻ തപ്പി, അറിയില്ല. പ്രിയരെ, പക്ഷെ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. അന്ന് ഞങ്ങളുടെ ആള് പണിതുകൊണ്ടിരിക്കുക. ഭിത്തി തീർന്നിട്ടില്ല. കമ്പ് കെട്ടി വെച്ചിട്ട് അതിനകത്ത് ആരാധിക്കുക. ഭിത്തിക്ക് പകരം പരിപരുത്ത തറ സ്റ്റേജിൻ്റെ. മരിച്ചാൽ മതിയോ? എന്തു ചെയ്യും? മുറ്റം നിറച്ച അവരുടെ ബന്ധുക്കൾ. ഇപ്പോൾ അവരുടെ മുഖം ശാന്തം, ഇച്ചിരി കഴിയുമ്പം പ്രക്ഷുബ്ധമാണ്. പരിപരുത്ത തറയിൽ എളിവൻ കിടന്നു. കർത്താവേ, ഇച്ചയുടെ വിവരം കിട്ടാതെ ഞാൻ എഴുന്നേക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഭാര്യ വന്ന് ചോദിച്ചു, വെള്ളം വേണോ, കാപ്പി വേണോ, ചായ വേണോ? വേണ്ട മോളെ, ഒന്നും വേണ്ട. ഒന്നും ഇറങ്ങുന്നില്ല. ഒരാ വ്യാധി. 1 മണിയാകാറായപ്പോൾ സമയം പോത്തില്ല. എൻ്റെ ഭാര്യ ഓടിയെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് 3-4 വീട് കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കിണറ്റിലൊരു സ്ത്രീ കിടപ്പുണ്ട്, വരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. അവൾ ഓടിപ്പോയിട്ട് തിരിച്ചോടി വന്നിട്ട് പറഞ്ഞു, ഇച്ചയി കിടപ്പുണ്ട്, ചത്തിട്ടില്ല, മുങ്ങി പൊങ്ങി ഒരു പോച്ച പിടിച്ച് തിപ്പുണ്ട്. ഞാൻ ഓടിച്ചെല്ലുമ്പം പൊങ്ങി വന്ന സ്ത്രീ സഹോദരി ഒരു പോച്ച, ആ പോച്ച പറഞ്ഞു പോയായിരുന്നെങ്കിൽ വീണ്ടും വീണനെ. പോയില്ല. അറിയാൻ കാര്യം ഞങ്ങളുടെ ഒരു അമ്മച്ചി അവിടെ ഉള്ളത്. ചുമ്മാ ചെന്ന് നോക്കിയതാ. നോക്കിയപ്പം കെട്ടിക്കിടക്കുന്നു. അല്ലെങ്കിൽ അവർ വല മൂട്ടി മോട്ടടിക്കുന്ന കിണറാ. ഫയർഫോഴ്സ് വന്നു പൊക്കിയെടുത്തു. പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത, തങ്കപ്പഞ്ചൻ്റെ ഭാര്യ നളിനി ബന്ധുവീട് സന്ദർശിക്കവേ വഴിതെറ്റി വീണ് കിണറ്റിൽ. ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. അല്ലായിരുന്നെങ്കിൽ വാർത്ത. പക്ഷെ അന്നും എനിക്കറിയാം, ഇന്നും അറിയാം, പർവ്വതങ്ങൾ വരുമ്പോൾ ഞാനിങ്ങനെ പോയി കിടന്ന രാത്രികളുണ്ട്. എത്തി. വലിയ ബഹളമൊന്നും പറയാതെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് ഒത്തിരി പർവ്വതങ്ങളെ കണ്ടിട്ടാ. ഏലിയാവിനെ പോലെ ഉറക്കം വരാത്ത രാത്രികൾ. പക്ഷെ ഒന്നെനിക്കറിയാം, ഞാൻ വീണു സമ്മതിച്ചു. ഞാൻ ആരാ? ക്ഷമിക്കണേ. എൻ്റെ ദൈവം പർവ്വതത്തോട് ചോദിച്ചു, നീ ആരാ? പൊയ്ക്കോ. ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് നാം ഒരു ഉത്തരം പറഞ്ഞ തമ്പുരാൻ ചിലതിനോടൊരു ചോദ്യം ഇന്ന് രാത്രി ചോദിക്കും. നീ ആരാ? എൻ്റെ ദാസൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീ ആരാ? എൻ്റെ സഭയുടെ മുമ്പിൽ നിൽക്കുന്ന നീ ആരാ? ഞാൻ അതിനെ തവിട് പൊടിയാക്കും. പക്ഷേ അതുപോലെ വീണ രാത്രികളുണ്ട്. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കാം. ചിലതിനോട് ദൈവം ചോദിക്കും. നമ്മൾ ശരി ഉത്തരം പറഞ്ഞ പ്രാർത്ഥിച്ചേ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. മുട്ട നിൽക്കാവുന്നവർ മുട്ട നിന്നേ. സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെയും ഇന്ന് രാത്രി ദൈവം ചോദിക്കുന്നുണ്ട്. ഏലിയാവ് പോയി കിടക്കുക. എവിടാ? കർമ്മേലിന്റെ പർവ്വതത്തിൽ തീയിറക്കി പ്രവാചകൻ താണ്ട കിടക്കുന്നു. കർത്താവ് ചോദ്യം ചോദിക്കുന്നു.
നിനക്ക് പ്രതികൂല ആരാ? വയ്യ കർത്താവെ, മടുത്തു എന്ന് തോന്നുന്നു. കോവിഡ് സമ്മാനിച്ച ഒരു തരം മരവിപ്പും മടുപ്പും ഒക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങൾക്കറിയാം ദൂരയാത്ര പോകേണ്ടവർ, എങ്കിലും ഇടയ്ക്ക് കടന്നു പോകുന്നു. ഞങ്ങൾക്കൊരു ദൂതന്റെ തട്ടാവശ്യ എഴുന്നേക്കാൻ. ഞങ്ങളെ ഒന്ന് തട്ടി ഉണർത്തണേ. ഞങ്ങൾ സമ്മതിക്കുന്നു, എവിടെയോ നിന്നുപോയി, എവിടെയോ ഒന്ന് സ്ലോ ആയി, മനസ്സുകൊണ്ടെങ്കിലും ഒന്നും മടുത്തു. പല്ലോടും ചിരിച്ചപ്പോഴും അകം കരയായിരുന്നു. ചിലപ്പോഴെങ്കിലും ഓർത്തു, ഇനിയും വേണ്ട, മതി. ഇന്ന് രാത്രി ഞങ്ങളെ തട്ടി എഴുന്നേൽപ്പിക്കണേ. ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം തട്ടിയതുപോലെ ഞങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില പർവ്വതങ്ങളെയൊക്കെ മുമ്പിൽ തളർന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, അങ്ങൊന്ന് എഴുന്നേക്കണേ. തട്ടി ഒന്ന് എഴുന്നേൽപ്പിക്കണേ. സമർപ്പിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കനിവാകും, ഞങ്ങളെ സഹായിക്കും. അങ്ങ് ചിലതിനോടൊന്ന് രാത്രി ഒരു ചോദ്യം ചോദിക്കും, അത് നാളെ സമഭൂമിയാകും. അല്ല, ഈ നിമിഷം ചിലരെ അങ്ങ് തട്ടി എഴുന്നേൽപ്പിക്കും. ചിലരൊരു സമർപ്പണത്തിലേക്ക് വരും, ഒരു മടങ്ങി വരവിലേക്ക് വരും. ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുന്ന രാത്രിയായി മാറും. സഹായിക്കും. സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാം ശരി ഉത്തരം നൽകുമ്പോൾ ദൈവം ഈ രാത്രി ചിലതിനോട് ചോദ്യങ്ങൾ ചോദിക്കും. നീ ആർ? ഞാനതിനെ സമഭൂമിയാക്കും. കൃപ, കൃപ എന്നുള്ള ആർപ്പോടെ ചിലരെ അവിടുന്ന് തട്ടി എഴുന്നേൽപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.